കാരുണ്യവാനും വിശ്വസ്തനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ സന്ധ്യയെങ്കിൽ ഞങ്ങളെ ഈ ദേവാലയത്തിൽ കൂട്ടിവരുത്തിയ കൃപയോർത്ത് സ്തോത്രം ചെയ്യുന്നു. 585 ഇടവക ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ, ധ്യാനയോഗം നടത്തപ്പെടുന്ന സന്ധ്യകളിൽ ഞങ്ങളെ നീ ചേർത്ത് വരുത്തുന്നതിൽ നിനക്കൊരു ഉദ്ദേശമുള്ളതോർത്ത് സ്തോത്രം. ഞങ്ങളിവിടെ ആയിരിക്കുമ്പോൾ ഞങ്ങളുടെ ഹൃദയത്തെ ഏകാഗ്രമാക്കിക്കൊണ്ട് നിൻ്റെ സന്നിധിയിലായിരിക്കാൻ, വചനം വായിക്കുകയും ധ്യാനിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഞങ്ങളുടെ ജീവിതവുമായി അതിനെ ഒന്ന് ചേർത്ത് വായിക്കുവാൻ അടിയങ്ങളെ ഓരോരുത്തരെയും ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ നാളുകളിൽ ഞങ്ങൾക്ക് ആവശ്യമായ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ അച്ഛന്മാരെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. സാന്നിധ്യം കൊണ്ടും പ്രാർത്ഥനകൾ കൊണ്ടും ഞങ്ങൾക്കെല്ലാ അനുഗ്രഹങ്ങളും നൽകി തരുന്ന ഞങ്ങളുടെ സീനിയർ അച്ഛന്മാർക്കായി സ്തോത്രം. ഞങ്ങളുടെ കൊച്ചമ്മമാരുടെ ശുശ്രൂഷകളെ ഓർത്ത് നിന്നെ സ്തുതിക്കുന്നു. കൈസ്ഥാന സമിതി അംഗങ്ങൾ, ക്വയർ അംഗങ്ങൾ, ഇന്ന് ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർ, ഇങ്ങനെയൊരു ധ്യാനയോഗവും ഇടവക ദിനവും ഒക്കെ നടത്തുവാൻ എല്ലാ ക്രമീകരണങ്ങളും ചെയ്തു നൽകി സഹായിക്കുന്ന അനേകർ, കർത്താവേ, നീ എല്ലാവരെയും ഒരുക്കിയതിനായി സ്തോത്രം ചെയ്യുന്നു. അല്പസമയം ഞങ്ങൾ വചനം ധ്യാനിപ്പാനായി ഒരുങ്ങുന്നല്ലോ. ക്രൂശൻ്റെ മറവിൽ നിന്നുകൊണ്ട് സംസാരിപ്പാൻ അടിയനെയും, കേൾക്കുന്ന വചനം വെറുതെ കേട്ട് മടങ്ങിപ്പോകുന്നവരായിട്ടല്ല, ചില ചോദ്യങ്ങളുമായി മടങ്ങിപ്പോകുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ഇടയാക്കണമേ എന്ന് നിൻ്റെ സന്നിധിയിൽ താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ ഏവർക്കും സ്നേഹ വന്ദനം. എത്രയും സ്നേഹവും ബഹുമാനമുള്ള എല്ലാ അച്ഛന്മാർ, ജസ്റ്റിൻ അച്ഛൻ വളരെ മനോഹരമായി സമയമെടുത്ത് വളരെ ആഴത്തിൽ എല്ലാവരെയും സ്വാഗതം ചെയ്തതുകൊണ്ട് ഞാൻ പേര് പോലും എടുത്ത് പറഞ്ഞിനി സമയം ദീർഘിപ്പിക്കുന്നില്ല. ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ഞാനേ ഉള്ളൂ ഇവിടെ നോർമൽ റേഞ്ചിലുള്ളത്. ബാക്കി എല്ലാ അച്ഛന്മാരും പല റേഞ്ചിലാണെന്നും വേറെ ലെവലാണെന്നും എനിക്ക് മനസ്സിലായി. തീർച്ചയായിട്ടും ഇത്രയും വലിയ പ്രൗഢഗംഭീരമായ ഒരു സദസ്സിൻ്റെ മുൻപിൽ വചനവുമായി നിൽക്കുവാൻ എനിക്ക് ദൈവം നൽകിയ അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. നിങ്ങളുടെ ഓരോരുത്തരുടെയും സാന്നിധ്യത്തിനായിട്ടൊക്കെ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ രാത്രിയിൽ നമുക്ക് ഏവർക്കും ഒരുമിച്ച് വചനം ധ്യാനിപ്പാൻ ദൈവം ഒരു അവസരം നൽകിയിരിക്കുന്നു. 585 ഇടവക ദിനം. തീർച്ചയായിട്ടും അങ്ങനെയൊരു ഇടവക ദിനത്തിൽ അല്ലെങ്കിൽ അതിനോട് ചേർന്നുള്ള ധ്യാനയോഗങ്ങളിലൊക്കെ പങ്കെടുക്കുക എന്ന് പറയുന്നത് ജീവിതത്തിലെ വളരെ അസുലഭമായ അവസരങ്ങളിലൊന്നായി ഞാൻ കാണുകയാണ്. അതുകൊണ്ട് എനിക്ക് ഇങ്ങനെയൊരു അവസരം നൽകി തന്ന, പ്രത്യേകിച്ച് എന്നെ ഈ ഒരു ദൗത്യം ഏൽപ്പിച്ച ജിജി അച്ഛനോട് നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം ഇടവകയിൽ സഭ നിയോഗിച്ച ഈ നാളുകളിൽ ശുശ്രൂഷ ചെയ്യുന്ന അച്ഛന്മാർ, ഇന്ന് ഈ ധ്യാനയോഗത്തിൽ പങ്കെടുക്കുന്ന സീനിയർ അച്ഛന്മാർ, നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ജീവിതത്തിൽ ഇത്രയധികം സമയം മാറ്റിവെച്ച് കടന്നു വരുവാൻ സമയം കണ്ടെത്തിയതോർത്ത് നിങ്ങളുടെ സാന്നിധ്യത്തിനായി, ക്വയർ അംഗങ്ങൾക്കായി, കൈസ്ഥാന സമിതി അംഗങ്ങൾ, എല്ലാ വിധത്തിലുള്ള നേതൃത്വം നൽകുന്നവരെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. നിങ്ങളുടെ ധ്യാനയോഗത്തിൻ്റെ 2ാം രാത്രിയാണല്ലോ. നമ്മളിപ്പോൾ വായിച്ചു കേട്ട വേദഭാഗമാണ് നമ്മുടെ ഇന്നത്തെ ധ്യാനത്തിനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം. ആവർത്തന പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളാണ് വായിച്ചു കേട്ടത്. ആവർത്തന പുസ്തകം 6-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. എന്നാൽ അതിലെ 5 മുതലുള്ള ചില വാക്യങ്ങളാണ് നമ്മുടെ അല്പസമയത്തെ ധ്യാനത്തിനായിട്ട് പ്രധാനമായിട്ടും ഞാൻ വേർതിരിച്ച് എടുത്തിരിക്കുന്നത്. 5 മുതലുള്ള വാക്യങ്ങൾ. നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. ഒരു പക്ഷേ പഴയ നിയമ പുസ്തകങ്ങളിൽ എല്ലാ പുസ്തകങ്ങളും ഒന്നും നമുക്ക് അത്ര പരിചിതമല്ല. പല പുസ്തകങ്ങൾ വായിച്ചാൽ അതിൽ ധാരാളം ചരിത്രപരമായ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ ഏറെ വായിക്കാൻ നാം ഇഷ്ടപ്പെടാത്തത്. എന്നാൽ ആവർത്തന പുസ്തകത്തിൻ്റെ ഈ ഒരു ഭാഗം നാം എല്ലാവരും തന്നെ വായിച്ചിട്ടുള്ളതാണെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. കാരണം ഈ വായിച്ചു കേട്ട വാക്യം സുവിശേഷ ഭാഗങ്ങളിൽ ആവർത്തിച്ച് നാം വായിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ വായിച്ച ആവർത്തന പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം നമുക്കൊക്കെ ഏറെ സുപരിചിതമാണ്. ആ വാക്യം തുടങ്ങുന്നത് തന്നെ, നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം
എന്ന കൽപ്പനയോടുകൂടിയാണ് തുടങ്ങുന്നത്. ഇതിൻ്റെ ഒരു പശ്ചാത്തലം നമുക്കറിയാം. മോശ എന്ന് പറയുന്ന നേതാവിലൂടെ ഇസ്രായേൽ ജനത്തിന് സ്വർഗത്തിലെ ദൈവം നൽകുന്ന കൽപ്പനകളോട് ചേർന്ന് നാം വായിക്കുന്നതാണ് ഈ ഭാഗമൊക്കെ. പ്രത്യേകിച്ച് 6, 7, 8 അധ്യായങ്ങളൊക്കെ ആവർത്തന പുസ്തകത്തിൻ്റെ വായിച്ചാൽ ധാരാളം കമാൻഡ്മെൻറ്റ്സ് ടു ദ പീപ്പിൾ ഓഫ് ഗോഡ് ദൈവം നൽകുന്നതായിട്ട് ഈ ഭാഗങ്ങളിൽ നമുക്ക് വായിക്കുവാൻ സാധിക്കുന്നുണ്ട്. എൻ്റെ മനസ്സിലേക്ക് ഈ ഒരു ഭാഗം ഏറ്റവും ശ്രദ്ധ കൊണ്ടുവരുന്നത്, ഈ വാക്യത്തിൻ്റെ അവസാനം എഴുതിയിരിക്കുന്നത്, നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ ആരാധിക്കണം എന്നല്ല, സ്തുതിക്കണം എന്നല്ല, പുകഴ്ത്തണമെന്നല്ല, മറിച്ച് സ്നേഹിക്കണം എന്നൊരു പദമാണ്. സ്നേഹമെന്ന് പറയുന്ന പദത്തിൻ്റെ അർത്ഥത്തിന് നാം ഓരോരുത്തരും നമ്മുടേതായ നിർവചനങ്ങൾ കൊടുക്കുന്നവരാണ്. വ്യത്യസ്തമായ എക്സ്പ്രഷൻസ് ഉണ്ട് സ്നേഹത്തിന്. സ്നേഹം വളരെ ലളിതമാണെന്ന് വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം. എന്നാൽ ഏറെ ആഴമുള്ള ഒരു പദമാണ് സ്നേഹമെന്ന് വീണ്ടും ആവർത്തിച്ച് ഈ വാക്യം വായിക്കുമ്പോൾ നമുക്ക് ഗ്രഹിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ വാക്യം ഏറെ പ്രാധാന്യം അർഹിക്കുന്നത്? നമ്മൾ സുവിശേഷ ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്, സദൂക്യര് യേശു കർത്താവിനോട് ചോദിക്കുന്നു, ഏറ്റവും മുഖ്യമായ കൽപ്പന ഏതാണ്? അവിടെ യേശു അവരോട് പറയാൻ ശ്രമിക്കുന്നു, ഏറ്റവും മുഖ്യമായ പ്രാധാന്യമേറിയ ദ മോസ്റ്റ് ഗ്രേറ്റസ്റ്റ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് കമാൻഡ്മെന്റ് എന്ന് പറയുന്നത്, നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുക. വിശുദ്ധ മാർക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായത്തിലും നാം ഇതേ ചോദ്യം ശാസ്ത്രിമാരിൽ ഒരുവൻ ചോദിക്കുന്നതായും അതിന് മറുപടിയായി കർത്താവ് പറയുന്നു, നിന്റെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. അതുകൊണ്ട് ഈ പഴയ നിയമ പുസ്തകത്തിൽ ഇസ്രായേൽ മക്കൾക്ക് സ്വർഗത്തിലെ ദൈവം നൽകിയ കൽപ്പനയോട് ചേർന്ന് നാം ഈ ഗോസ്പൽ സുവിശേഷ ഭാഗത്തിൽ യേശു കർത്താവ് പറയുന്ന മറുപടിയെ കൂടെ ചേർത്ത് വായിക്കുമ്പോൾ നമുക്കറിയാം, ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് ദൈവത്തെ സ്നേഹിക്കുക എന്നുള്ള കാര്യമാണ്. നമ്മൾ ഈ പറഞ്ഞ ദൈവത്തെ പുകഴ്ത്തുക, സ്തുതിക്കുക, ആരാധിക്കുക, അവൻ്റെ സന്നിധിയിൽ ഒരുമിച്ച് ചേർന്ന് വരിക, ദൈവത്തോട് പ്രാർത്ഥിക്കുക, ദൈവസന്നിധിയിൽ അനുദപിക്കുക, ഇതെല്ലാം ദൈവത്തെ സ്നേഹിക്കുമ്പോൾ അതോട് ചേർന്നുണ്ടാകുന്ന കാര്യങ്ങളാണ്. ഞാനതുകൊണ്ട് ഈ ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറയുന്നതിനെ കുറച്ചുകൂടി ഒന്ന് ആഴത്തിൽ ചിന്തിക്കുവാൻ ഈ സന്ധ്യയിൽ ആലോചിക്കുക. കാരണം നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ ബാക്കി പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെയുണ്ട്. 585-ാമത്തെ ഇടവക ദിനം ആഘോഷിക്കുവാൻ, സെലിബ്രേറ്റ് ചെയ്യുവാനായിട്ട് ഒരുങ്ങുന്ന ഒരു ഇടവകയിൽ എങ്ങനെ ആരാധിക്കണമെന്നൊന്നും പറയേണ്ട കാര്യമില്ല, അല്ലേ? എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് പറയേണ്ട ഒരു കാര്യമില്ല. എന്നാൽ ഏറ്റവും കാതലായ ചോദ്യം, ഈ ആരാധിക്കുന്ന, നീ പ്രാർത്ഥിക്കുന്ന, നീ കൂടി വരുമ്പോൾ കാണുവാൻ ആഗ്രഹിക്കുന്ന ദൈവത്തെ നീ സ്നേഹിക്കുന്നുണ്ടോ? നമുക്ക് ദൈവത്തെ സ്നേഹിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടോ? നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ കർത്താവിന് 12 ശിഷ്യന്മാരുണ്ടായിരുന്നതിൽ ഏറ്റവും ആത്മവിശ്വാസവും ധൈര്യവും കർത്താവിനൊന്നും സംഭവിക്കാതിരിക്കാൻ ഏകദേശം കർത്താവിൻ്റെ ഒരു ബോഡി ഗാർഡ് പോലെയൊക്കെ പ്രവർത്തിച്ചിരുന്ന ഒരു ശിഷ്യനായി ശീമോൻ പത്രോസിനെ കുറിച്ചൊക്കെ സുവിശേഷ ഭാഗങ്ങളിൽ വായിക്കുന്നുണ്ട്. എന്നാൽ യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്തേക്കൊക്കെ വരുമ്പോൾ യേശുവും ശീമോൻ പത്രോസും തമ്മിലൊരു കോൺവെർസേഷൻ ഉണ്ട്. നമുക്ക് വളരെ പരിചിതമാണ് ആ ഭാഗം. യേശു ശീമോൻ പത്രോസിനോട് ചോദിക്കുകയാണ്, യോഹന്നാന്റെ മകനായ ശീമോനെ, നീ ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നുണ്ടോ? നീ ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ഉവ്വ് കർത്താവേ. ശീമോൻ പത്രോസിന്റെ മറുപടിയാണ്. രണ്ടാമതും യേശു ചോദിക്കുന്നു, യോഹന്നാന്റെ മകനായ ശീമോനെ, നീ എന്നെ സ്നേഹിക്കുന്നു? അതിനും മറുപടി പത്രോസ് പറയുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. മൂന്നാമതും യേശു ശീമോൻ പത്രോസിനോട് ചോദിക്കുകയാണ്, യോഹന്നാന്റെ മകനായ ശീമോനെ, നിനക്ക് എന്നോട് പ്രിയമുണ്ടോ എന്ന് ചോദിക്കുന്നു. മൂന്നാമതും ഈ ചോദ്യം ചോദിച്ചപ്പോഴത്തേക്കും പത്രോസ് വല്ലാതെ തകർന്നുപോയി. പത്രോസിന്റെ മറുപടി എന്താ? കർത്താവേ, നീ സകലതും അറിയുന്നു, അല്ലേ? ഒരു മനുഷ്യനെ മനസ്സുകൊണ്ട് വീക്കാക്കാൻ പറ്റുന്ന ഏറ്റവും പ്രാധാന്യമുള്ളൊരു ചോദ്യമാണ് ആ മനുഷ്യന്റെ കണ്ണിലേക്ക് നോക്കി, നീ യഥാർത്ഥമായി എന്നെ സ്നേഹിക്കുന്നുണ്ടോ?
ഞാൻ ഓർക്കും, പത്രോസിനെ പോലെ ധൈര്യമുള്ള മറ്റൊരു ശിഷ്യനും ഉണ്ടായിരുന്നില്ല. എവിടെയും കർത്താവിൻ്റെ ഒപ്പം നിന്ന് കർത്താവിന് ഒരു പരുക്കും ഏൽക്കാതെ കർത്താവിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം എന്ന് വിചാരിച്ച് കൂടെ നടന്നൊരു മനുഷ്യനാണ്. പക്ഷേ ഈ മനുഷ്യനെ തകർത്തൊരു ചോദ്യമാണ്, യോഹന്നാൻ്റെ മകനായ ശീമോനെ, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ആ ചോദ്യത്തിൻ്റെ അർത്ഥം അതിൻ്റെ ആഴത്തിൽ മനസ്സിലാക്കിയത് കൊണ്ടാണ് ശീമോൻ ഇങ്ങനെ ഉത്തരം പറഞ്ഞത്, കർത്താവേ, നീ സകലതും അറിയുന്നു. ഞാൻ ഇങ്ങനെ വിചാരിക്കും, കുറച്ചൊക്കെ ഇന്നത്തെ ഭാഷ പറഞ്ഞാൽ കുറച്ചൊക്കെ ഒരു ഉളുപ്പുണ്ടായത് കൊണ്ടാണ് ശീമോൻ പത്രോസ് പറഞ്ഞത്, നീ സകലതും അറിയുന്നു. നമ്മളോടായിരുന്നെങ്കിലോ ആ ചോദ്യം 3 അല്ല 30 ചോദിച്ചാലും നമ്മൾ അല്ലേ പറയും, നീ എൻ്റെ ചങ്ക. ഇതെന്തൊരു ചോദ്യമാണ് നീ ചോദിക്കുന്നതല്ലേ? മാർത്തോമാ സഭയിലെ ഏറ്റവും പാരമ്പര്യം പറയാനുള്ള ഒരു ഇടവകയുടെ ഭാഗമാണ് ഞാൻ. എത്രയോ ഇടവക ദിനത്തിൽ പങ്കെടുത്തു, എത്രയോ കൺവെൻഷനുകൾ പങ്കെടുത്തു. എന്തൊക്കെ അഭിമാനത്തോടെ പറയുവാൻ നമ്മുടെ പക്കലുണ്ട്. പക്ഷെ ചോദ്യം, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ളതാ. ഈ രാത്രിയിൽ നമ്മൾ ഓരോരുത്തരും നമ്മളോട് തന്നെ ചോദിക്കേണ്ടുന്നൊരു ചോദ്യം, ഞാൻ യഥാർത്ഥമായി എൻ്റെ കർത്താവിനെ സ്നേഹിക്കുന്നുണ്ടോ? ഈ ഒരൊറ്റ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താമെന്നുണ്ടെങ്കിൽ നമ്മൾ ആത്മീയതയിൽ വളരും, അതിന് യാതൊരു സംശയമില്ല. പക്ഷേ നമുക്കൊക്കെ പറ്റുന്നൊരു പരാജയം, ജനിച്ച നാൾ മുതൽ ഈ വിശ്വാസം പാരമ്പര്യമായി കൈമുതലായി ലഭിച്ചതുകൊണ്ട് ഒരു സിസ്റ്റത്തിൻ്റെ ഭാഗമായി ഓടുകയാണ് നമ്മളൊക്കെ. ആരാധനയുണ്ടോ? ഉണ്ട്. പ്രാർത്ഥനയുണ്ടോ? ഉണ്ട്. ഗായക സംഘം ഉണ്ടോ? ഉണ്ട്. വിസിറ്റുകളുണ്ടോ? ഉണ്ട്. ടൂറുണ്ടോ? ഉണ്ട്. ഒരു വർഷത്തെ എല്ലാ അജൻഡാസിലും എല്ലാ പ്രോഗ്രാമുകളിലും വളരെ കൃത്യമായി പങ്കെടുക്കുന്നവരാണ് നമ്മൾ. പക്ഷേ കർത്താവിനെ യഥാർത്ഥമായി സ്നേഹിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? കർത്താവിന് ആ ഒരൊറ്റ ചോദ്യത്തിന് ഉത്തരം മതി, നീ എന്നെ യഥാർത്ഥമായി വാസ്തവമായി നിനക്കെന്നോട് പ്രിയമുണ്ടോ? മൂന്നാമത് ശീമോൻ പത്രോസ്, കർത്താവെ, നീ സകലതും അറിയുന്നു എന്ന് ഉത്തരം പറഞ്ഞപ്പോഴാണ് വലിയ ദൗത്യം ഏൽപ്പിച്ചുകൊണ്ട് കർത്താവ് ശീമോൻ പത്രോസിനെ ശക്തിപ്പെടുത്തുന്നത്. അതുകൊണ്ട് നമ്മളും നമ്മളോട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കണം, ശരിക്കും ഞാൻ കർത്താവിനെ സ്നേഹിക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ആ ചോദ്യത്തെ കുറച്ചുകൂടി നമുക്ക് മനസ്സിലാക്കുവാൻ ഞാനതിനെ കുറച്ചുകൂടി ലളിതമാക്കി ചോദിക്കാം. നമുക്ക് അച്ഛന്മാരിൽ നിന്ന് തുടങ്ങാം. നമുക്ക് എപ്പോഴും അങ്ങനെ തുടങ്ങുന്നതാണ് ഇഷ്ടം, അല്ലേ? ഇവിടെ ഇരിക്കുന്ന ഓരോ അച്ഛന്മാരോടും കർത്താവ് പേര് ചൊല്ലി ചോദിക്കുകയാണ്, ഈ ശുശ്രൂഷയിലേക്ക് നീ ഇറങ്ങിയപ്പോൾ നിനക്ക് എന്നോടുണ്ടായിരുന്ന സ്നേഹം ഒട്ടും കുറയാതെ ഇപ്പോഴും നിനക്ക് കാത്തു സൂക്ഷിക്കുവാൻ സാധിക്കുന്നുണ്ടോ? ഒരുപക്ഷെ ആ സ്നേഹത്തിലൊരു വർധനവുണ്ടായിട്ടുണ്ടോ? ഈ നിൽക്കുന്ന ഞാൻ എന്നോട് ചോദിക്കേണ്ടുന്ന ചോദ്യമാണ്, ഈ ശുശ്രൂഷയിൽ എന്ന് ഈ ശുശ്രൂഷ ആരംഭിച്ചോ അന്ന് ഞാൻ സ്നേഹിച്ച എൻ്റെ കർത്താവിനെ കൂടുതലായി സ്നേഹിക്കുവാൻ ഈ കഴിഞ്ഞ ഇത്രയും വർഷങ്ങളിലൂടെ എനിക്ക് സാധിക്കുന്നുണ്ടോ? ഇവിടെയുള്ള കൈസ്ഥാന സമിതി അംഗങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഈ ഇടവക തന്നിരിക്കുന്ന നിങ്ങളുടെ സ്ഥാനമൊക്കെ നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത് കർത്താവിനോടുള്ള സ്നേഹം കൊണ്ടാണോ? അതോ ആ പദവിയിലുള്ള അത് അലങ്കരിക്കാനുള്ള നമ്മുടെ ചില സ്വാർത്ഥ താല്പര്യങ്ങൾക്ക്? ഇപ്പോൾ വളരെ മനോഹരമായ അധ്യക്ഷ പ്രസംഗത്തിൽ നമ്മൾ കേട്ടില്ലേ, ഒരു പുതിയ അഡിക്ഷൻ്റെ ഭാഗമാണ് ദി അഡിക്ഷൻ ഓഫ് സീക്കിംഗ് അറ്റൻഷൻ. അങ്ങനെ നമ്മൾക്ക് വേണമെങ്കിൽ പദവികൾ അലങ്കരിക്കാം നമ്മളുടെ ജീവിതത്തിൽ. ഇവിടെ കൊയറിൽ ഇരിക്കുന്നവരോടാണ് ചോദ്യം, നിങ്ങൾ പാടുന്നത് കർത്താവിനെ സ്നേഹിക്കുന്നത് കൊണ്ടാണോ? ഇന്ന് ഈ രാത്രിയിൽ ഈ യോഗത്തിൽ കടന്നു വന്നിരിക്കുന്നത് ജസ്റ്റിൻ അച്ഛൻ പറഞ്ഞതുപോലെ പ്രീനക്കൊച്ചമ്മയെ കാണാനാണെങ്കിൽ നമ്മൾ വെറുതെയാ വന്നത്. കർത്താവിനെ സ്നേഹിക്കുന്നില്ലെങ്കിൽ നമ്മളുടെ എല്ലാ വരവും ഫ്രൂട്ട്ലെസ് ആയി പോകും. കർത്താവിനെ സ്നേഹിക്കുന്നില്ലെങ്കിൽ നമ്മളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കാതെ പോകും. കർത്താവിനെ സ്നേഹിക്കുന്നില്ലെങ്കിൽ പ്രത്യാശ നശിച്ചവരായി നാം ഈ ലോകത്ത് ജീവിക്കും. അതുകൊണ്ട് അവനെ സ്നേഹിക്കുക എന്നുള്ളതാവണം നമ്മളുടെ ആത്മീയതയുടെ ബേസ് ലൈൻ. അതിന് പിന്നാലെ ബാക്കി എല്ലതും ആത്മാർത്ഥമായി വരും. കർത്താവിനെ സ്നേഹിക്കുമ്പോഴാ എത്ര സമയമില്ലെന്ന് പറഞ്ഞാലും ഒരു വിശുദ്ധ കുർബാന മുടക്കാൻ നമുക്ക് മനസ്സ് വരത്തില്ല. കർത്താവിനെ സ്നേഹിക്കുമ്പോഴാണ് പ്രാർത്ഥനയ്ക്ക് വേണ്ടി, മറ്റെല്ലാത്തിനും സമയമുണ്ട്, പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയം നമ്മൾ കോംപ്രമൈസ് ചെയ്ത് കളയുന്നത്. അതുകൊണ്ട് കർത്താവിനെ സ്നേഹിക്കുന്നവരാകുമ്പോഴാണ് ആത്മീയതയിൽ വളരുവാൻ നമുക്ക് സാധിക്കുന്നത്. എൻ്റെ ഒരു വിചാരം, ഇത് തലമുറകളിലേക്ക് പകരപ്പെടുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഞാൻ ഈ അടുത്തിടയ്ക്ക് ഒരു സഭയിലെ അച്ഛന്മാർക്ക് എങ്ങനെയാണ് ഈ കാലഘട്ടങ്ങളിലെ യൂത്ത്സിനോട് സംസാരിക്കേണ്ടത് അതിനെക്കുറിച്ച് ഒരു ക്ലാസ് എടുക്കാനായിട്ട് വിളിച്ചു. അപ്പോൾ ഞാൻ ശരിക്കും ഇപ്പോഴത്തെ യൂത്ത്സിൻ്റെ പ്രായത്തിൽ നിൽക്കുന്ന ആളല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ഈ കാലഘട്ടങ്ങളിൽ യുവജന സഖ്യത്തിലും ഒരു കൗമാരപ്രായത്തിലും ഒക്കെ നിൽക്കുന്ന കുറേ അധികം യൂത്ത്സിനോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്താണ് കേൾക്കാൻ ആവശ്യം? മുതിർന്നവരായി ഞങ്ങളിൽ നിന്ന് എന്താണ് കേൾക്കാൻ ആവശ്യം?
ഏകദേശം ഒരു 25-30 പേരോട് ചോദിച്ച ചോദ്യത്തിന് അതിലൊരു 25 പേരുടെ മറുപടി നമ്മളൊന്ന് ഒരുപോലെ ഒന്ന് ചേർത്ത് വെച്ച് വായിക്കുകയാണെങ്കിൽ ആ കുഞ്ഞുങ്ങളുടെ മറുപടി ഇതാണ്: ഞങ്ങൾക്കൊന്നും കേൾക്കണ്ട, ഞങ്ങൾക്ക് നിങ്ങളുടെ പക്കൽ നിന്നൊന്നും കേൾക്കണ്ട. എൻ്റെ ഒരു വിചാരം, നമുക്ക് പറ്റുന്ന പരാജയം കർത്താവിനെ സ്നേഹിക്കാൻ നമ്മൾ പഠിപ്പിച്ചിട്ടില്ല, മറിച്ച് മറ്റ് പല കാര്യങ്ങൾക്കുമായി അവരെ ഇടവകയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. എന്തിനാണ് ആരാധിക്കുന്നത്? എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്? എന്തിനാണ് ഈ കർത്താവിൻ്റെ സന്നിധിയിൽ അപ്പനും അമ്മയും കാണപ്പെടുന്നതെന്ന് പലപ്പോഴും കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. അവരൊരു ആരാധനയ്ക്ക് കടന്നു വരുമ്പോൾ there is nothing there to pull them here. ഇവിടെ അവരെ ചേർത്ത് നിർത്തുവാൻ, ഈ സ്നേഹം അവരുടെ ജീവിതത്തിൽ ആവശ്യമാണെന്ന് തോന്നത്തക്ക വിധത്തിൽ അവർക്കൊന്നും ലഭിക്കുന്നില്ല എന്ന് തുറന്നു പറയുന്ന കുറേ അധികം യൗവനക്കാരെ നേരിട്ട് കാണുവാൻ എനിക്ക് സാധിച്ചു. എന്നെ ഏറെ ചിന്തിപ്പിച്ചത് അതാണ്. കർത്താവിനെ സ്നേഹിക്കുവാൻ നമ്മൾ അവരെ പഠിപ്പിച്ചിട്ടില്ല. നമ്മൾ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ചിട്ടുണ്ട്, എങ്ങനെ വേദപുസ്തകം വായിക്കണമെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്, പ്രസംഗ പരിശീലനം കൊടുത്തിട്ടുണ്ട്, ക്വിസ് കോമ്പറ്റീഷൻസിന് ചേർത്തിട്ടുണ്ട്. ഇതൊന്നും വേണ്ടെന്നല്ല പറയുന്നത്. ബട്ട് ഓൾ ദിസ് വിൽ കം when you teach them how to love the Lord. കർത്താവിനെ സ്നേഹിക്കണം. കർത്താവിനെ സ്നേഹിക്കുന്നതാണ് ജീവിതത്തിൻ്റെ ഏറ്റവും പരമപ്രധാനമായ പ്രയോറിറ്റി നമ്മളുടെ ജീവിതത്തിലേന്ന് നമ്മളുടെ കുഞ്ഞുങ്ങളിലേക്ക് പകരുവാൻ ഒരുപക്ഷെ അപ്പനും അമ്മയുമായിരിക്കുന്ന നമ്മൾ ഓരോരുത്തർക്കും, നിൽക്കുന്ന ഞാൻ ഉൾപ്പെടെ, നമുക്ക് ഓരോരുത്തർക്കും വീഴ്ച വരുന്നത് കൊണ്ട് നമ്മൾ നഷ്ടപ്പെടുത്തുന്നത് ഏറെ വലുതാണെന്ന് ചിന്തിക്കുവാൻ ഈ നാളുകളിൽ നമുക്ക് സാധിക്കണം. അതുകൊണ്ട് തിരിച്ചു പിടിക്കുവാനായി, അകന്നുപോയ പലരെയും തിരിച്ചു പിടിക്കുവാനായി ഈ നാളുകളിൽ നമുക്ക് സാധിക്കണം. എന്തിനാണ് ആരാധിക്കാനായി കടന്നു വരുന്നത്? എന്തിന്? വൈ ഷുഡ് ഐ ബി പാർട്ട് ഓഫ് എ വർഷിപ്പ് കമ്മ്യൂണിറ്റി? ഇതൊന്നും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അറിയത്തില്ല. എല്ലാ ഞായറാഴ്ചയും കുളിച്ചൊരുങ്ങി പള്ളിയിലേക്ക് പോരണം. എന്തിന്? ഈ കർത്താവിനെ എങ്ങനെ സ്നേഹിക്കണം, എന്തിന് സ്നേഹിക്കണം, അത് നമ്മൾ പലപ്പോഴും പകർന്നു കൊടുക്കുന്നില്ല. നമുക്കും അതറിയത്തില്ല നമ്മളും കർത്താവിനെ യഥാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അതിനോട് ചേർന്ന് അവിടെ പറയുന്ന ചില കാര്യങ്ങളിലേക്ക് നമ്മളുടെ ശ്രദ്ധയൊന്ന് കൊണ്ടുപോയാൽ, ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിന്റെ ഹൃദയത്തിൽ ഇരിക്കണം. ഇവിടെ മോശയിലൂടെ ഇസ്രായേൽ മക്കൾക്ക് കൊടുത്തിരിക്കുന്ന കൽപ്പനയാണെങ്കിലും 2025 വളരെ സംഗതമാണ് നമ്മളുടെ ജീവിതത്തിൽ. വെരി റെലവെന്റ് ഈവൻ ഇൻ 2025. ഈ കൽപ്പനകളെ നിങ്ങളുടെ ഹൃദയത്തിൽ ഇരിക്കണം. ഒരു കാലത്ത് നമ്മളുടെ ഒന്നും ഭവനങ്ങളിൽ, ഒരുപക്ഷെ ഈ ഇടവകയിലെ പുറകോട്ടുള്ള ജനറേഷൻസിനെ കുറിച്ച് ചിന്തിച്ചാൽ, ഒരു വീട്ടിൽ എത്ര വേദപുസ്തകങ്ങളുണ്ടായിരുന്നു? വേദപുസ്തകങ്ങളെ ഇല്ലായിരുന്നു പലയിടങ്ങളിൽ, അഥവാ ഉണ്ടെങ്കിൽ ഒരെണ്ണം. ഇന്ന് നമ്മളുടെയൊക്കെ ഭവനങ്ങളിൽ എത്ര വിശുദ്ധ വേദപുസ്തകങ്ങളുണ്ട്? ഏതൊക്കെ വേർഷൻസിലെ ബൈബിളുകൾ, ഏതൊക്കെ ലാംഗ്വേജസിലെ ബൈബിളുകൾ, ചെറുതും വലുതുമായൊക്കെ നമ്മളുടെ ഭവനങ്ങളിലുണ്ട്. പക്ഷേ ഈ വചനം ഇരിക്കേണ്ടുന്നത് എവിടെയാണ്? ഹൃദയങ്ങളിൽ ഇരിക്കണം. ഹൃദയങ്ങളിൽ വചനം ഇരിക്കാത്തതിൻ്റെ പോരായ്മകൾ ധാരാളമായി നാം നമ്മുടെ ഇടയിൽ അനുഭവിച്ചറിയുന്നുണ്ട്. അത് മാർത്തോമാ സഭയെന്നല്ല, എല്ലാ സഭകളും ഏറെ ചിന്തിക്കേണ്ടുന്ന കാര്യമാണ്. വിശുദ്ധ വേദപുസ്തകത്തിനും വേദപുസ്തകത്തിലെ വചനത്തിനും ഒക്കെ പ്രാധാന്യം കുറഞ്ഞു പോകുന്നു. കാരണം ഇത് എവിടെയില്ല? ഹൃദയത്തിലില്ല. പണ്ടൊക്കെ അപ്പച്ചന്മാർക്കും അമ്മച്ചിമാർക്കും പ്രായമാകുമ്പോൾ കണ്ണ് കാണാതെ വരുമ്പോഴും അവർക്ക് എന്തുരുവിടുവാൻ അറിയാമായിരുന്നു? സങ്കീർത്തനങ്ങൾ, അല്ലേ? അല്ലെങ്കിൽ അവര് വായിച്ച് കേട്ട് പഠിച്ചിട്ടുള്ള വചനങ്ങൾ ഉരുവിടുവാൻ അവർക്കറിയാം. കാരണം എവിടെയായിരുന്നു ഈ വചനങ്ങൾ? ഹൃദയത്തിലായിരുന്നു. ഹൃദയത്തിൽ ഇരിക്കേണ്ടുന്നതാണ് വചനങ്ങൾ. ഈ വചനത്തിനൊരു സ്ഥാനമുണ്ട് പ്രിയരെ. അത് നമ്മളുടെ ഷെൽഫിലും ടീപ്പോയിലും തലവണ കീഴയിലും ഒന്നുമല്ല, മറിച്ച് അവിടെയൊക്കെ വേണമെങ്കിൽ വെച്ചോ, പക്ഷേ അൾട്ടിമേറ്റ്ലി ദിസ് ഷുഡ് ബി ഇൻ യുവർ ഹാർട്ട്. നമ്മളുടെ ഹൃദയത്തിലായിരിക്കേണ്ടുന്നതാണ് ദൈവവചനം. നാം ഇന്ന് ജീവിക്കുന്ന ലോകത്തിൽ ഏതൊക്കെ തരത്തിലുള്ള അപകടങ്ങൾ പതിയിരിപ്പുണ്ടെന്ന് നമുക്ക് തന്നെ അറിയില്ല. എവിടെയാണ് പാപത്തിന് വാതിൽ തുറന്നു കിടക്കുന്നതെന്ന് നമുക്കറിയില്ല. അത്തരം ഒരു സാഹചര്യത്തിൽ ജീവിക്കുമ്പോൾ നമ്മളെ നിലനിർത്തുന്നത് ഈ വചനങ്ങൾ ഹൃദയത്തിലുള്ളപ്പോഴാണ്. അതുകൊണ്ടാണ് 119 സങ്കീർത്തനത്തിന്റെ 11 വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നു: ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനം ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനം ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. ഐ ഹാവ് ഹിഡൻ യോർ വേർഡ് ഇൻ മൈ ഹാർട്ട് സോ ദാറ്റ് ഐ മൈറ്റ് നോട്ട് സിൻ അഗൈൻസ്റ്റ് യു. എവിടെയാണ് പാപം പതിയിരിക്കുന്നത്? പാപം ചെറുപ്പക്കാരെ മാത്രം പിടിക്കുന്ന ഒരു സംഭവമൊന്നുമല്ല. നമുക്ക് അങ്ങനെ ഒരു തെറ്റിദ്ധാരണയുണ്ടെങ്കിൽ അത് മാറണം.
ഏത് പ്രായത്തിനും ജഡമോഹത്തിന് അധീനപ്പെട്ടു പോകാൻ സാധ്യതയുള്ളവരാണ് നമ്മൾ. ജഡത്തിൻ്റെ മോഹങ്ങൾക്കനുസരിച്ചാണോ ആത്മാവിനനുസരിച്ചാണോ നമ്മളുടെ നടപ്പെന്ന് ദൈനംദിന ജീവിതത്തിൽ ശോധന ചെയ്യേണ്ടുന്നത് ആവശ്യമാണ്. വചനം ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നമ്മളുടെ ഹൃദയത്തെയും ജീവിതത്തെയും ഒരുക്കേണ്ടുന്നത് ഏറെ ആവശ്യമാണ്. അതുകൊണ്ടാണ് ഈ വചനം ഹൃദയത്തിൽ ഇരിക്കണമെന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം ഇതാണ്, നമ്മുടെയൊക്കെ ഹൃദയത്തിൽ എന്താണ് ഇരിക്കുന്നത്? ആലോചിച്ച് നോക്കിക്കേ. വേണ്ടുന്നതും വേണ്ടാത്തതുമായ ഒരു സ്റ്റോർ ഹൗസായി നമ്മളുടെയൊക്കെ ഹൃദയങ്ങൾ മാറിയിട്ടില്ലേ? എത്രയോ നാളുകളായി ഉള്ള നെഗറ്റീവ് മെമ്മറീസിനെ കൊണ്ട് നടക്കുന്ന, സ്റ്റോർ ചെയ്യപ്പെട്ട് വെച്ചിരിക്കുന്ന ഒരു ഇടമായി നമ്മളുടെ ഹൃദയം മാറുന്നുണ്ട്. ഞാൻ അതിനിങ്ങനെ ചിന്തിക്കാറുണ്ട്, നമ്മളുടെ ഹൃദയം ഒരു ബാഗാണെന്നോ ഒരു പെട്ടിയാണെന്നോ ചിന്തിച്ച് നോക്ക്. അതിൻ്റെ ഉള്ളിലേക്ക് തള്ളി നിറയ്ക്കാവുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ വേണ്ടാത്തതെല്ലാം കുത്തി നിറച്ചിരിക്കുന്നത്, മറ്റുള്ളവർ പരിഹസിച്ചിട്ടുള്ളതും പഴിച്ചിട്ടുള്ളതും ദുഷിച്ചിട്ടുള്ളതും നിന്ദിച്ചിട്ടുള്ളതും കുത്തിയതും നോവിച്ചതും എല്ലാം ഇങ്ങനെ കൊണ്ട് നടക്കുന്ന ഹൃദയത്തിൽ എവിടെയാണ് വചനത്തെ വെക്കാൻ സ്പേസ് ഉള്ളത്? നമ്മുടെയൊക്കെ ജീവിതാനുഭവങ്ങളിൽ, നമ്മുടെ ജീവിതത്തിൽ തീർച്ചയായും വേദനയുടെയും പ്രയാസത്തിൻ്റെയും ധാരാളം ദുരിതങ്ങളിലൂടെ കടന്നുപോയവരാ. അല്ലാത്തവരാരും ഈ ലോകത്ത് ജീവിക്കുന്നില്ല. പക്ഷേ ഡു യു തിങ്ക് യുവർ ഹാർട്ട് ഇസ് എ സ്പേസ് ഫോർ ഓൾ ദോസ് വേസ്റ്റ്? അതിനെയെല്ലാം വിട്ടുകളയാൻ പഠിക്കാത്തതാണ് ഇന്ന് മനുഷ്യൻ്റെ മാനസികാരോഗ്യത്തെ ഏറ്റവും അധികം തകർക്കുന്നത്. ലെറ്റിംഗ് ഗോ ഇസ് എൻ ആർട്ട്, അല്ലെങ്കിൽ ലെറ്റിംഗ് ഗോ ഇസ് എ സ്കിൽ ദാറ്റ് വി നീഡ് ടു ലേൺ. നമ്മൾ പഠിച്ചെടുക്കേണ്ടുന്ന ഒരു കലയാണ് പ്രിയരെ. വിട്ടുകളയേണ്ടുന്നതിനെ വിട്ടുകളയാൻ സാധിക്കണം. അതുകൊണ്ട് വേണ്ടാത്ത പലതും സ്റ്റോർ ചെയ്യപ്പെടുന്ന ഇടമായി എൻ്റെയും നിങ്ങളുടെയും ഹൃദയം മാറുമ്പോൾ എങ്ങനെയാണ് വചനത്തെ കൂടെ അതിൻ്റെ ഉള്ളിൽ നിറയ്ക്കുവാൻ നമുക്ക് സാധിക്കുന്നത്? ദൈവം നടത്തുന്ന വിധങ്ങളെക്കുറിച്ച്, നന്ദി പറയുവാനുള്ള അവസരങ്ങളെക്കുറിച്ച്, അനുഭവങ്ങളെക്കുറിച്ച്, വ്യക്തികളെക്കുറിച്ചൊക്കെ നമ്മളുടെ ഹൃദയത്തിൽ സൂക്ഷ്മതയോടെ നാം കൊണ്ടു നടക്കുക. അവിടെയൊക്കെ ദൈവത്തെ കൂടുതൽ അനുഭവിച്ചറിയുവാനും നമുക്ക് സാധിക്കും. അല്ലാതെ നമ്മളോട് ദ്രോഹം ചെയ്തിട്ടുള്ളവർ, നമ്മളെ അതും ഇതും പറഞ്ഞിട്ടുള്ളവർ, ഇല്ലാത്ത കഥകളുണ്ടാക്കിയവർ, ഇങ്ങനെ എത്രയോ പേരുടെ ലിസ്റ്റുകൾ നമ്മളുടെയൊക്കെ മനസ്സിലുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയൊരു ദോഷമെന്ന് പറയുന്നത്, നമ്മൾ അറിയാതെ ഇത് നമ്മളുടെ തലമുറയ്ക്കും പകർന്നു കൊടുക്കും. അത് അനേക ഇടവകളിലും അല്ലെങ്കിൽ നമ്മുടെയൊക്കെ കൂട്ടായ്മ ബന്ധങ്ങളിലും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. മക്കൾക്ക് അറിയത്ത് പോലും ഇല്ല എന്തുകൊണ്ടാണ് ഈ ആൻറ്റിയോട് മിണ്ടണ്ടാത്തത്, എന്തുകൊണ്ടാണ് ഈ അങ്കിളുടെ മുഖത്ത് നോക്കാൻ പറ്റാത്തത്. കാരണം എന്താ? നമ്മൾ അറിയാതെ പകർന്നു കൊടുത്തിരിക്കുന്നതെല്ലാം ഈ നെഗറ്റീവ് എക്സ്പീരിയൻസസാണ്. എന്തിനു പറയണം, നമ്മളുടെ ഇടവകയെക്കുറിച്ചും നമ്മളുടെ ആരാധനാ സമൂഹത്തെക്കുറിച്ചും നമ്മളുടെ സഭയുടെ നേതൃത്വത്തെക്കുറിച്ചും ഒക്കെ നമ്മുടെ ഭവനങ്ങളിലുള്ള സംഭാഷണങ്ങൾ നമ്മുടെ തലമുറയുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുവാൻ നല്ല ഓർമ്മകളാണോ നമ്മൾ കൊടുക്കുന്നത്? ആലോചിച്ച് നോക്കിക്കേ. ഇതെല്ലാവരെയും ചേർന്ന് ബാധിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് നമ്മളുടെ ഹൃദയത്തിൽ വചനത്തിനാണോ സ്ഥാനം അതോ മറ്റ് പലതിനുമാണോ സ്ഥാനമെന്ന് ചിന്തിക്കുവാൻ സാധിക്കണം. ഞാൻ എപ്പോഴും അതിനോട് ചേർന്ന് പറയുന്ന ഒരു ഇലസ്ട്രേഷൻ ഇതാണ്. ഇപ്പോൾ ഞാൻ ഈ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ, ഞാൻ ഈ കുടിക്കുന്ന വെള്ളം നിശ്ചിത സമയത്തിനുള്ളിൽ എൻ്റെ ശരീരത്തിൽ നിന്ന് പുറത്തു പോകണം. ഞാൻ കഴിക്കുന്ന ഭക്ഷണം എൻ്റെ ശരീരത്തിന് ആവശ്യമായത് എൻ്റെ ബോഡി റീറ്റെയിൻ ചെയ്തിട്ട് ബാക്കി വേസ്റ്റ് ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ എൻ്റെ ശരീരത്തിൽ നിന്ന് വെളിയിൽ പോകണം. അല്ലെങ്കിൽ വാട്ട് ഹാപ്പൻസ്? എൻ്റെ ശരീരത്തിൻ്റെ ആരോഗ്യത്തെ അത് ബാധിക്കും. അപ്പോൾ ഒന്ന് ആലോചിച്ചേ, 40-50 വർഷങ്ങളായി വേണ്ടാത്ത പല ചിന്തകളും ഓർമ്മകളും മനസ്സിൻ്റെ ഉള്ളിൽ സൂക്ഷിച്ചാൽ മനസ്സിൻ്റെ ആരോഗ്യത്തെ എങ്ങനെ അത് നിലനിർത്തും? ഇന്ന് നമ്മുടെയൊക്കെ പ്രശ്നങ്ങൾ അതല്ലേ. ഇന്ന് നമുക്ക് പലപ്പോഴും ശരീരത്തിന് വേദനയുണ്ട് എന്ന് പറഞ്ഞ് നമ്മളൊരു ഡോക്ടറിനെ കാണാൻ ചെന്നാൽ എല്ലാ ടെസ്റ്റുകളും ഡോക്ടർ ചെയ്യും, സ്കാനിന് വിടും, എല്ലാം ചെയ്തിട്ട് ഡോക്ടർ പറയും ഇതിനകത്തൊന്നും. പിന്നെ എവിടെയാ പ്രശ്നം? ദ ഇമ്മീഡിയറ്റ് ക്വസ്റ്റ്യൻ ഇസ്, എന്തെങ്കിലും സ്ട്രെസ് ഉണ്ടോ? എന്തെങ്കിലും മാനസികമായിട്ട് നിങ്ങളെ ബോധർ ചെയ്യുന്നുണ്ടോ? എല്ലാ മെഡിക്കൽ ഡോക്ടേഴ്സും ചോദിക്കുന്ന ചോദ്യമാണിത്. കാരണം എന്താ? ഹൃദയത്തിൽ വേണ്ടാത്തതിനെ കുത്തി നിറച്ചിരിക്കുന്നത് കൊണ്ട് വചനത്തിന് പ്രാധാന്യമില്ലാതെ, ദൈവത്തിന് പ്രാധാന്യമില്ലാതെ, നന്ദി പറയേണ്ടതിനെ ഓർക്കാതെ ജീവിക്കുന്ന ഒരു സമൂഹമായി നാം മാറിപ്പോയിരിക്കുന്നു. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തെ ഹൃദയത്തിൽ സൂക്ഷിക്കുവാൻ നമുക്ക് സാധിക്കണം. നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ ഇതിനോട് ചേർന്ന് അങ്ങ് ചോദിക്കുക, കുടുംബ പ്രാർത്ഥനകളൊക്കെ അന്യമായി പോയിട്ടില്ലേ? ഈ ഇടവയ്ക്ക് അത്തരത്തിലുള്ള പാരമ്പര്യം പറയാൻ സാധിക്കത്തില്ലേ? നമ്മുടെ അപ്പന്മാരുടെയൊക്കെ രാത്രി സമയങ്ങളും പകൽ സമയങ്ങളിലും ഒക്കെ ഉണ്ടായിരുന്ന കുടുംബ പ്രാർത്ഥനകൾ പോലും അന്യമായി പോയിട്ടുണ്ട്. ഞങ്ങൾ ശുശ്രൂഷിച്ചിരുന്നത് കാസർഗോഡാണെന്ന് പ്രിയ അച്ഛൻ പറഞ്ഞല്ലോ.
ഞങ്ങൾ പുനലൂർ വന്നിട്ട് ഇതിപ്പോൾ 2ാമത്തെ വർഷമാണ്. കാസർഗോഡിൻ്റെ പ്രദേശം നിങ്ങൾക്കറിയാം, ക്രിസ്ത്യൻ മൈനോറിറ്റിയാണ്. ഹിന്ദുസും അതുപോലെ തന്നെ ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്നവരുടെയും ഒരു മെജോറിറ്റി പോപ്പുലേഷൻ ഉള്ളതിൻ്റെ ഇടയിലാണ് മാർത്തോമാ സഭ വളരെ അനുഗ്രഹത്തോടുകൂടെ 2 സ്ഥാപനങ്ങൾ. ഒന്ന് ബദിര വിദ്യാലയമാണ്. ഒരുപക്ഷെ നിങ്ങൾക്കൊക്കെ ബദിര വിദ്യാലയത്തെക്കുറിച്ച് അറിയാം. കാസർഗോഡുള്ള സ്കൂൾ ഫോർ ദ ഹിയറിംഗ് ഇംപേർഡ്, കോളേജ് ഫോർ ദ ഹിയറിംഗ് ഇംപേർഡ്. എന്നാൽ അവിടെ ആയിരുന്നില്ല ഞങ്ങൾ. അവിടെ നിന്നും ഒരു അരമണിക്കൂർ കൂടെ ദൂരത്തിലുള്ള ബദിയടുക്ക എന്ന് പറയുന്ന ഗ്രാമപഞ്ചായത്തിൽ വി ഹാവ് എ കോളേജ് ഫോർ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ. ഇവിടെ ഈ ഇടവകയിലെ മെമ്പർ ആയിരിക്കുന്ന സിജോ ഞങ്ങളോടൊപ്പം ആ സ്ഥാപനത്തിൽ കുറച്ചുനാൾ ജോലി ചെയ്തതാണ്. ഈ കോളേജ് ഫോർ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ സ്ഥിതി ചെയ്യുന്നത് ചുറ്റിനും ധാരാളം മുസ്ലിം സഹോദരങ്ങളുടെ ഇടയിലാണ്. ഞങ്ങൾ അവിടെ 2018 ശുശ്രൂഷയ്ക്ക് ചെല്ലുമ്പോൾ ഒരു അനുഭവം ഉണ്ടായതാണ് നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. ഒരു മുസ്ലിം സഹോദരൻ, അവിടെ നമുക്ക് ചുറ്റിനും ഈ മുസ്ലിം വിശ്വാസികളായതുകൊണ്ട് നമ്മൾ എല്ലാവരും വളരെയധികം സഹകരണത്തിലാണ്. കോളേജിൻ്റെ ഒരു നിലനിൽപ്പും അതുപോലെ ആ സമൂഹത്തിൽ വളരെയധികം അവരേറ്റെടുത്തിരിക്കുന്ന ഒരു സ്ഥാപനമാണ് നമ്മളുടെ സ്ഥാപനത്തെ. അപ്പോൾ ഒരു മുസ്ലിം സഹോദരൻ്റെ ഭവനം ഇങ്ങനെ വിസിറ്റ് ചെയ്ത് കുറേ നേരമൊക്കെ ഇരുന്ന് സംസാരിച്ചപ്പോൾ ഈ കോളേജിൻ്റെയൊക്കെ ആരംഭം മുതൽ അവരൊക്കെ അതിന് ചുറ്റിനും താമസിക്കുന്നവരാണ്. അതുകൊണ്ട് അവിടെ വരുന്ന അച്ഛന്മാരോടും അതുപോലെ അവിടെയുള്ള ബാക്കി ക്രിസ്ത്യൻ സമുദായത്തിലുള്ളവരോടൊക്കെ വളരെ നല്ല ബന്ധം വെച്ച് പുലർത്തുന്നവരാണ് അവർ. അപ്പോൾ കുറേ നേരം സംസാരിച്ചപ്പോൾ ഒരു കാഷ്വൽ കോൺവെർസേഷനിൽ ഈ മുസ്ലിം സഹോദരൻ ചോദിച്ചൊരു ചോദ്യമാണ്, ഫാദറെ, അപ്പോൾ ആ പ്രദേശത്തൊക്കെ എല്ലാ ക്രിസ്ത്യൻ വിഭാഗത്തിലുള്ളവരെ അവർ വിളിക്കുന്നത് ചേട്ടന്മാരെന്ന. എല്ലാവരെയും അവർ ഒരുപോലെ കാത്തലിക്, പെന്തക്കോസെന്നോ മർത്തോമായെന്നോ യാക്കോബായെന്നോ ഒന്നും ഒരു ഡിഫറൻസിയേഷൻ അവരെ സംബന്ധിച്ചില്ല. അവരെല്ലാവരെയും ചേട്ടന്മാരെന്നാണ് വിളിക്കുന്നത്. അപ്പം അദ്ദേഹം ചോദിച്ചൊരു കാര്യം ഇതാണ്, ഫാദറെ, ഏകദേശം 15 വർഷങ്ങൾക്കൊക്കെ മുമ്പ് എൻ്റെ പള്ളിയിൽ വാങ്ക് വിളിക്കുമ്പോൾ ചേട്ടൻ്റെ വീട്ടിലെ പ്രാർത്ഥന കേൾക്കാമായിരുന്നു. ഇന്ന് എൻ്റെ പള്ളിയിൽ വാങ്ക് വിളിക്കുമ്പം ചേട്ടൻ്റെ വീട്ടിൽ നിന്നൊന്നും കേൾക്കുന്നില്ല. ഒന്നും കേൾക്കുന്നില്ലെന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയുടെ ശബ്ദം കേൾക്കുന്നില്ല, പക്ഷെ എന്തിൻ്റെ ശബ്ദം ഉറക്കെയുണ്ട്? സീരിയലായാലും കോമഡി ആയാലും ഇതൊക്കെ വളരെയധികം വോളിയത്തിലുണ്ട്. ഒരു മുസ്ലിം സഹോദരൻ ചോദിക്കുകയാണ്, എൻ്റെ പള്ളിയിൽ വാങ്ക് വിളിച്ചിരുന്നപ്പോൾ ചേട്ടൻ്റെ വീട്ടിലെ പ്രാർത്ഥനയും ഉയരുമായിരുന്നു. ഇന്ന് എൻ്റെ പള്ളിയിൽ വാങ്ക് വിളിക്കുമ്പം ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് പാട്ടുമില്ല, വചനവായനയുമില്ല, പ്രാർത്ഥനയില്ല. നമ്മളേറെ ചിന്തിക്കേണ്ടുന്നൊരു കാര്യമാണ്. എവിടെയാണ് നമുക്കിതൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നത്? ഈ നഷ്ടപ്പെട്ടു പോകുന്നതിനെ വീണ്ടെടുക്കാൻ നമുക്ക് എന്ത് എഫേർട്ട് എടുക്കാനായിട്ട് സാധിക്കും? മുൻപോട്ട് വായിക്കട്ടെ. അവിടെ പറയുന്ന ഈ വചനങ്ങൾ നിന്റെ ഹൃദയത്തിലിരിക്കണം. അതായത് മാതാപിതാക്കളോടും മുതിർന്ന മാതാപിതാക്കളോടുമാണെന്ന് സങ്കല്പിച്ചാൽ നിന്റെ ഹൃദയത്തിലിരിക്കണം. നീ അവയെ, അതായത് നിന്റെ ഹൃദയത്തിലുള്ള ദൈവവചനത്തെ, നിന്റെ ജീവിതത്തിൽ നിന്നെ നടത്തുന്ന ദൈവ സാന്നിധ്യത്തെ നീ നിന്റെ തലമുറയ്ക്ക് പകർന്നു കൊടുക്കണം എന്നാണ് ഇനിയും പറയുന്നത്. നീ അവയെ നിന്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കുകയും നീ വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെക്കുറിച്ച് സംസാരിക്കുകയും വേണം. ഒരു വലിയ റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്തമാണ് അടുത്ത തലമുറയ്ക്ക് വേണ്ടി മാതാപിതാക്കളെയും മുതിർന്ന മാതാപിതാക്കളെയും ഏൽപ്പിച്ചിരിക്കുന്നത്. അവിടെ പറയുന്നത് നീ നിന്റെ അടുത്ത തലമുറയ്ക്ക്, മക്കൾക്കെന്ന് ചിന്തിക്കേണ്ട. മക്കളെന്ന് പറയുമ്പോഴത്തേക്ക് വി നാരോ ഡൗൺ അവർ തോട്ട്സ് ടു ദ 1 or 2 ചിൽഡ്രൻ ഇൻ അവർ ഹൗസ്, അല്ലേ? നമ്മുടെ വീട്ടിലെ കുഞ്ഞുങ്ങളെ കുറിച്ച് മാത്രമല്ല, അടുത്ത തലമുറയ്ക്ക് നിന്നെ നടത്തിയ ദൈവത്തെ നീ എന്ത് ചെയ്യണം? നീ അവരോട് സംസാരിക്കണമെന്നാണ് പറയുന്നത്. നീ ഉപദേശിച്ചു കൊടുക്കണം. എപ്പോഴൊക്കെ ഉപദേശിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഞായറാഴ്ച പള്ളിയിൽ വരുമ്പോഴല്ല, കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ മാത്രമല്ല, അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ, മറിച്ച് എപ്പോഴാ? നീ ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും കിടക്കുമ്പോഴും നിനക്കുള്ളൊരു ഉത്തരവാദിത്തമാണ്. പാസ് ഇറ്റ് ഓൺ. നിന്നെ നടത്തിയ ദൈവ സാന്നിധ്യത്തെ നിന്റെ തലമുറയ്ക്ക് പകർന്നു കൊടുക്കുവാനുള്ള വലിയ ഉത്തരവാദിത്തം. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ നടക്കുക, എഴുന്നേൽക്കുക, കിടക്കുക, ഇരിക്കുക എന്ന് പറയുന്നത് നമ്മൾ എത്ര പ്രാവശ്യം ഒരു ദിവസം ചെയ്യുന്നതാ, അല്ലേ? ഇതിനു വേണ്ടി പ്രത്യേകിച്ച് നമ്മളൊന്നും ചെയ്യണ്ട. എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ തൊട്ട് വൈകിട്ട് കിടക്കുന്നിടം വരെ വി കീപ്പ് ഓൺ ഡൂയിങ് ദീസ് ആക്ടിവിറ്റീസ്. പക്ഷേ ദൈവത്തെ പകരുവാൻ നമുക്ക് സാധിക്കുന്നതാണ്. അതിന് ഏറ്റവും ആവശ്യം നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ ഒരു ഗോഡ്ലി ഓക്സിജൻ ഉണ്ടോ എന്നുള്ളതാണ്. നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജൻ പോലെ ഒരു ഗോഡ്ലി ഓക്സിജൻ ഉള്ളിടമാണോ നമ്മുടെയൊക്കെ കുടുംബങ്ങൾ, ഭവനങ്ങൾ? ഇന്നതൊക്കെ അന്യമായി പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ വീഴ്ചകൾ നമ്മൾ ഇനിയും വരുന്ന നാളുകളിൽ കൂടുതൽ അനുഭവിക്കേണ്ടതായി വരില്ലേ? നമ്മുടെ ഭവനങ്ങളിൽ ദൈവ സംഭാഷണങ്ങളുണ്ടോ? പലപ്പോഴും ഈ ഭവനവാഴ്വിൻ്റെയൊക്കെ സമയത്ത് നമ്മൾ ഓരോ വീടുകളിൽ ചെന്നാൽ നമ്മൾ വളരെ മനോഹരമായ ദൈവവചനമൊക്കെ ഇങ്ങനെ
അലങ്കാര വസ്തുക്കളായിട്ടൊക്കെ നമ്മുടെ ഷോക്കേസിലുണ്ട്, ഭിത്തിയിലുണ്ട്, അല്ലേ? ജീസസ് ഇസ് എ സൈലന്റ് ലിസണർ ടു ഓൾ ദ കോൺവെർസേഷൻ ഹിയർ. ഇവിടെയുള്ള എല്ലാ സംഭാഷണങ്ങളുടെയും വളരെ നിശബ്ദനായ ഒരു കേൾവിക്കാരൻ യേശുവാണെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ബട്ട് ഡു വി ട്രൂലി ബിലീവ് ദാറ്റ്? നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ അത്? അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ഭവനത്തിലെ വൊക്കാബുലറിക്കൊക്കെ ഇച്ചിരി കൂടി മാറ്റം വരില്ലേ? ജീവിത പങ്കാളികൾ പരസ്പരം പറയുന്നത്, മാതാപിതാക്കളും കുഞ്ഞുങ്ങളും തമ്മിലുള്ള സംഭാഷണങ്ങൾ, മുതിർന്ന മാതാപിതാക്കളോട് നമ്മൾ പറയുന്നത്, അവരെ കരുതുന്ന വിധങ്ങൾ, ഇതിനൊക്കെ ഒരു വ്യത്യാസം വരില്ലേ? ഇഫ് യു ട്രൂലി ബിലീവ് ജീസസ് ഇസ് ദേർ, കർത്താവ് അവിടെ ഉണ്ട് എന്ന് ഉറച്ച് വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നീ ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും കിടക്കുമ്പോഴും ഒരു ദൈവ സാന്നിധ്യം നിന്റെ ഭവനത്തിലുണ്ട് എങ്കിൽ തീർച്ചയായും ഇന്ന് ജീവിക്കുന്നത് പോലെ ജീവിക്കുവാൻ നമുക്ക് സാധിക്കത്തില്ല പ്രിയരെ. കർത്താവിനെ സ്നേഹിക്കുന്നതിൻ്റെ വ്യത്യസ്തമായ കാര്യങ്ങളെക്കുറിച്ചാണ് നാം ഇന്ന് രാത്രി ധ്യാനിക്കുന്നത്. നമ്മുടെ ഭവനങ്ങളിൽ, നമ്മുടെ ബെഡ്റൂമുകളിൽ, നമ്മുടെ ലിവിങ് റൂമിൽ, നമ്മളുടെ ഡൈനിങ്ങിൽ, നമ്മളുടെ കിച്ചണിലൊക്കെ കർത്താവിൻ്റെ സാന്നിധ്യത്തെ അനുഭവിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? തലമുറകൾക്ക് പകരപ്പെടേണ്ടുന്ന വിശ്വാസം ഇടവകയിലേക്ക്, ഓരോ ഓർഗനൈസേഷനിലേക്ക് അവരെ പറഞ്ഞു വിടുമ്പോൾ മാത്രമാണെന്ന് നാം തെറ്റിദ്ധരിക്കരുത്. ഇറ്റ് ഷുഡ് ബിഗിൻ ഫ്രം അവർ ഹൗസ്. ബിഷപ്പ് ടി.ഡി. ജെയ്ക്സ് എന്ന് പറയുന്ന ഒരു അമേരിക്കൻ പ്രീച്ചറുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമാണ് മാമ മെയ്ഡ് ദ ഡിഫറൻസ്. മാമ മെയ്ഡ് ദ ഡിഫറൻസ് എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. ആ പുസ്തകത്തിൽ തൻ്റെ ജീവിതത്തിൽ താൻ മാതൃതുല്യമായി കണ്ട അനേകം അമ്മമാർ തന്നെ എങ്ങനെ സ്വാധീനിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. ഈ ബിഷപ്പ് ടി.ഡി. ജെയ്ക്സിൻ്റെ 1ാമത്തെ ചാപ്റ്ററിൽ തൻ്റെ സ്വന്തം അമ്മയെക്കുറിച്ചാണ് പറയുന്നത്. ആ സ്വന്തം അമ്മയെക്കുറിച്ച് പറയുന്ന സമയത്ത് ഈ ബിഷപ്പ് ടി.ഡി. ജെയ്ക്സ് പറയുന്ന ഒരു വാചകം, ധാരാളം മക്കളുണ്ടായിരുന്നു, അപ്പൻ വളരെ ചെറുപ്പത്തിൽ മരിച്ചുപോയി, എന്നാൽ ഈ അമ്മ വളരെ ദൈവവിശ്വാസമുള്ളൊരു സ്ത്രീയായിരുന്നു. എന്നിട്ട് ആ ബിഷപ്പ് പറയുന്ന ഒരു വാചകം ഇതാണ്, ഷീ നെവർ ടോട്ട് ഹെർ ഫെയ്ത്ത്. ഞങ്ങളുടെ അമ്മ അവളുടെ വിശ്വാസത്തെ ഞങ്ങളെ ഒരിക്കലും പഠിപ്പിച്ചില്ല. ഇൻസ്റ്റെഡ് ഷീ ബ്രെത്ത് ഹെർ ഫെയ്ത്ത് ഇൻ ടു അസ്. ഷീ നെവർ ടോട്ട് ഹെർ ഫെയ്ത്ത്, ഇൻസ്റ്റെഡ് ഷീ ബ്രെത്ത് ഹെർ ഫെയ്ത്ത് ഇൻ ടു അസ്. എൻ്റെ അമ്മ അല്ലെങ്കിൽ ഞങ്ങളുടെ അമ്മ ഒരിക്കലും ഞങ്ങളെ വിശ്വാസം പഠിപ്പിക്കുകയായിരുന്നില്ല. ഞങ്ങളുടെ അമ്മയുടെ ശ്വാസോച്ഛ്വാസത്തിലൂടെ അമ്മയുടെ വിശ്വാസത്തെ ഞങ്ങൾക്ക് പകർന്നു തന്നു. ഇതിനേക്കാൾ മനോഹരമായി ഒരു തലമുറ മറ്റൊരു തലമുറയ്ക്ക് വിശ്വാസത്തെ പകരുന്നതിനെക്കുറിച്ച് നമുക്ക് എഴുതി വയ്ക്കുവാൻ പറ്റില്ല. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ധാരാളം സീനിയേഴ്സ് ആയിട്ടുള്ളവർ, മാതാപിതാക്കന്മാരായിട്ടുള്ളവരെ എനിക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ വളർന്നു വരുന്ന തലമുറയ്ക്ക് പകരപ്പെടേണ്ടുന്ന വിശ്വാസം നമ്മുടെ ഉള്ളിൽ നിന്നാണ് ഉണ്ടാകേണ്ടുന്നത്. അത് എവിടെയാണെന്നറിയാമോ? കർത്താവിനെ സ്നേഹിക്കുമ്പോഴാണ്. നമുക്ക് കർത്താവിനെ സ്നേഹിച്ചില്ലെങ്കിലും ആരാധനയുടെ ഒരു നാടകം കളിക്കാൻ പറ്റും. നന്നായി 4 വാചകം കൂട്ടി പറയാവുന്നവർക്ക് പ്രസംഗിക്കാൻ പറ്റും, പ്രാർത്ഥിക്കാൻ പറ്റും. നല്ല സ്ഫുടതയുള്ളവർക്ക് വിശുദ്ധ വേദപുസ്തകം നന്നായി വായിക്കാൻ പറ്റും, സംഗതിയും ഷഡ്ജവും ഒക്കെ ചേർത്ത് നന്നായി പാടാൻ പറ്റിയെന്നിരിക്കും. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ, ഹൃദയത്തിൽ നിന്ന് സ്നേഹമുണ്ടാകുമ്പോഴേ അത് മറ്റൊരാളുടെ ജീവിതത്തിലേക്ക് പകരുവാൻ നമുക്ക് സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് കർത്താവിനെ നീ യഥാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യത്തിൻ്റെ വിവിധ റിഫ്ലക്ഷൻസിലൂടെയാണ് നമ്മൾ ഈ കടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അടുത്ത വാക്യം, അവയെ അടയാളമായി നിന്റെ കൈമേൽ കെട്ടേണം, അവ നിന്റെ കണ്ണുകൾക്ക് മധ്യേ പട്ടമായിരിക്കണം, അവയെ നിന്റെ വീടിൻ്റെ കട്ടിളകളിന്മേലും പടിവാതിലുകളിലും എഴുതേണം. 3 കാര്യങ്ങളാണ് ആ 8ാമത്തെ വാക്യത്തിൽ. 8ഉം 9ഉം വാക്യങ്ങളും കൂടി ചേർത്ത് വായിക്കുമ്പോൾ 3 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ വചനത്തെ അടുത്ത തലമുറയ്ക്ക് പകർന്നു കൊടുക്കുന്നതിലൂടെയും ഈ വചനത്തെ നമ്മളുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നതിലൂടെയും നമ്മളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചില കാര്യങ്ങളാണ് ഈ 3 കാര്യങ്ങളായി നമുക്ക് ഈ 8ഉം 9ഉം വാക്യത്തിൽ വായിക്കുവാൻ സാധിക്കുന്നത്. അവയെ അടയാളമായി നിന്റെ കൈമേൽ കെട്ടേണം. നമ്മൾ ആ വാക്യത്തെ കുറച്ചുകൂടി ലളിതമായി നമുക്ക് മനസ്സിലാകുന്ന രീതിയും അതുപോലെ എന്നാൽ പറഞ്ഞു കഴിയുമ്പോൾ അതേറെ ഗൗരവമാണെന്ന് നമുക്ക് ചിന്തിക്കുവാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ എൻ്റെ വാച്ച് കെട്ടിയിട്ടുണ്ട്, അല്ലേ? എൻ്റെ കയ്യിൽ കെട്ടിയിരിക്കുന്നത് എൻ്റെ വാച്ചാണ്. ഞാൻ എൻ്റെ കയ്യിൽ വാച്ച് കെട്ടിയിരിക്കുന്നത് ആർക്ക് കാണാനാ? എനിക്ക് കാണാനാ, അല്ലേ? നിങ്ങൾക്ക് ആർക്കും കാണത്തില്ല. അപ്പം എനിക്ക് സമയം നോക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ കൈമേൽ കെട്ടിയിരിക്കുന്ന വാച്ചിലേക്ക് നോക്കണം. നീ അവയെ അടയാളമായി നിന്റെ കൈമേൽ കെട്ടണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഞാൻ ആരുടെ വകയാണെന്ന് തോന്നിക്കുന്ന ചില നിഷ്ഠകൾ എനിക്കുണ്ടാവണം. I must be constantly reminded who I belong to. ഞാൻ ആരുടെ വകയാണെന്ന് എന്നെ ഓർമ്മപ്പെടുത്തുന്ന എന്തുണ്ട് എൻ്റെ ജീവിതത്തിൽ? എൻ്റെ തീരുമാനങ്ങളിലൂടെ,
ഞാൻ എടുക്കുന്ന തിരഞ്ഞെടുപ്പുകളിലൂടെ, എൻ്റെ ചിന്തകളിലൂടെ, എൻ്റെ സംസാരത്തിലൂടെ ഐ മസ്റ്റ് ബി റിമൈൻഡഡ് ഞാൻ ആരുടെ വകയാണെന്ന്. പ്രലോഭനങ്ങൾ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോഴും ഞാൻ ആരുടെ വകയാണെന്നുള്ള ബോധമാണ് ഞാൻ എന്തിന് കീഴടങ്ങി കൊടുക്കണമെന്നുള്ളതിനെക്കുറിച്ച് തീരുമാനമെടുക്കുവാൻ എന്നെ സഹായിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന കുറച്ച് ചെറുപ്പക്കാരെ മാത്രമേ എനിക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ. എങ്കിലും അവരോട് ഞാൻ ചോദിക്കുക, നിങ്ങളുടെ ജീവിതത്തിലൊക്കെ ധാരാളം തിരഞ്ഞെടുപ്പുകൾക്കുള്ള അവസരം വരും അല്ലേ? ഒത്തിരി ചോയ്സസ് മേക്ക് ചെയ്യുവാനുള്ള അവസരം വരും. ഞാൻ ചെറുപ്പക്കാരെന്നങ്ങ് പറഞ്ഞതേ ഉള്ളൂ, എല്ലാവർക്കും ചേർന്ന് ചിന്തിക്കാവുന്ന കാര്യങ്ങളാണ്. നമ്മൾ ഈ ചോയ്സസ് മേക്ക് ചെയ്യുന്നിടത്ത് ആർ യു കോൺസ്റ്റൻ്റ്ലി റിമൈൻഡഡ് ഞാൻ എന്ത് കാണണം, ഞാൻ എന്ത് കേൾക്കണം, ഞാൻ എന്ത് സബ്സ്ക്രൈബ് ചെയ്യണം, ഞാൻ എന്ത് ലൈക്ക് ചെയ്യണം, ഞാൻ എന്ത് ഷെയർ ചെയ്യണം, ഇതിനെക്കുറിച്ചൊക്കെ എത്രത്തോളം ബോധം നമുക്കുണ്ട്? നീ അവയെ അടയാളമായി നിന്റെ കൈമേൽ കെട്ടണമെന്ന് പറഞ്ഞാൽ നിനക്ക് കാണത്തക്ക വിധത്തിൽ, നിന്നെ ഓർമ്മിപ്പിക്കത്തക്ക വിധത്തിൽ നിന്റെ ജീവിതത്തിൽ നീയും ക്രിസ്തുവും തമ്മിലുള്ള ബന്ധത്തിൽ എന്തുണ്ട്? അടുത്തതായി അവിടെ പറയുന്നത്, അവ നിന്റെ കണ്ണുകൾക്ക് മധ്യേ പട്ടമായിരിക്കണം. എൻ്റെ കണ്ണുകൾക്ക് മധ്യേ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് കാണാൻ സാധിക്കത്തില്ല അല്ലേ? അൺലെസ് ഐ ലുക്ക് ഇൻ ടു എ മിറർ. കണ്ണാടിയിൽ നോക്കാതെ എനിക്ക് കാണാൻ സാധിക്കത്തില്ല. പക്ഷെ ആർക്ക് കാണാൻ പറ്റും? നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റും എൻ്റെ കണ്ണുകൾക്ക് മധ്യേ എന്തെങ്കിലും ഉണ്ടെങ്കിൽ. അതുകൊണ്ട് രണ്ടാമത് നമ്മളെ ഭരിക്കേണ്ടുന്ന ചിന്ത, എന്നെ നോക്കുന്ന മറ്റൊരാൾക്ക് മനസ്സിലാകണം ഞാൻ ആരുടെ വകയാണെന്ന്. എന്നെ കാണുന്ന മറ്റൊരാൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടോ ഞാൻ ആരുടെ വകയാണെന്ന്? നാം ജോലി ചെയ്യുന്ന ഇടങ്ങളിലൊക്കെ എത്രയോ അക്രൈസ്തവരുടെ മധ്യത്തിലായിരിക്കാം. പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, നിങ്ങൾ പഠിക്കുന്ന കോളേജുകളിലൊക്കെ, നിങ്ങൾ ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ, ഒരു പക്ഷേ നിങ്ങൾ വസിക്കുന്നു. ഇപ്പോൾ ഇവിടുത്തെയൊക്കെ ഒരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാവരും ക്രിസ്ത്യൻസിൻ്റെ മധ്യത്തിലായിരിക്കും നമ്മൾ ജീവിക്കുന്നത് അല്ലേ? ഞാൻ ഷെയർ ചെയ്ത അനുഭവം അക്രൈസ്തവർ നമ്മളെ ശ്രദ്ധിച്ചതിനെ കുറിച്ചാണ്. മുസ്ലിം സഹോദരങ്ങൾ ഒരു ക്രിസ്ത്യാനിയുടെ ഭവനത്തിൽ നിന്ന് കേട്ടുകൊണ്ടിരുന്ന പാട്ടും പ്രാർത്ഥനയും ഇപ്പോൾ കേൾക്കുന്നില്ല എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അവരെത്രത്തോളം നമ്മളുടെ നിഷ്ഠകളെയും ആചാരങ്ങളെയും നമ്മളുടെ പ്രാർത്ഥനാ ജീവിതത്തെയും ശ്രദ്ധിച്ചുവെന്ന് ഓർക്കണം. അതൊരു വളരെ അവർ ഒബ്സർവ് ചെയ്തതിൽ നിന്നാണ് അവരത് പറഞ്ഞതെന്ന് നമ്മൾ മറക്കരുത്. അപ്പോൾ എന്നെ നോക്കുന്ന മറ്റൊരാൾ, മറ്റെല്ലാവരും പെരുമാറുന്നത് പോലെ പെരുമാറാനോ, മറ്റെല്ലാവരും തിരഞ്ഞെടുക്കുന്നത് പോലെ തിരഞ്ഞെടുക്കാനോ, മറ്റെല്ലാവരും സംസാരിക്കുന്നത് പോലെ സംസാരിക്കാനോ അനുവാദമുള്ളവരല്ല നമ്മൾ. വി ആർ സെറ്റ് അപ്പാർട്ട്. നമ്മൾ വേർതിരിക്കപ്പെട്ട ജനമാണ്. വേർതിരിക്കപ്പെട്ടതെന്ന് പറയുമ്പോൾ ഇന്നത്തെ പിള്ളേരൊക്കെ പറയും അതുകൊണ്ടാണ് ഈ ലൈഫിൽ ഒരു ചില്ലില്ല അല്ലേ, ഇതിനകത്ത് വലിയൊരു സന്തോഷമില്ല. അത് യഥാർത്ഥമായി കർത്താവിനെ സ്നേഹിക്കാത്തത് കൊണ്ടാണ് നമ്മൾ അറിയാത്തത് കർത്താവിനെ സ്നേഹിക്കുന്നതിലെ ചില്ലെന്താണെന്നുള്ളത്. മറ്റുള്ളവർ നോക്കുമ്പോൾ ഞാൻ ആരുടെ വകയാണെന്ന് പറയത്തക്ക വിധത്തിൽ ജീവിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? നമ്മൾ അറിയുന്നില്ല നമ്മളെ ആരൊക്കെ കാണുന്നുണ്ട് എന്നുള്ളത്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ രസമെന്ന് പറയുന്നത്. നമ്മൾ ഈ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ ലീസ്റ്റ് ബോധേഡാണ്. ആരൊക്കെ നമ്മെ ശ്രദ്ധിക്കുന്നുണ്ട്? എൻ്റെ വായിൽ നിന്ന് വീഴുന്ന വാക്കുകൾ, എൻ്റെ നോട്ടം ചെല്ലുന്ന ഇടങ്ങളിൽ, ഞാൻ എൻ്റെ മനോഭാവങ്ങൾ, എൻ്റെ നിലപാടുകൾ, ഞാൻ എന്ത് മൂല്യത്തിന് വേണ്ടി നിൽക്കുന്നു, എൻ്റെ ജീവിതത്തിൻ്റെ ഫിലോസഫി എന്താണ്, ഇതൊക്കെ ഒബ്സർവ് ചെയ്യുന്ന, പ്രത്യേകിച്ച് ഞാൻ പറയുകയാണ് യങ്ങർ ജനറേഷൻ, ദേ ആർ വെരി കീൻ ഓൺ ഒബ്സർവേഷൻ. നമ്മൾ പലപ്പോഴും പറയാം അവർക്ക് ശ്രദ്ധയൊന്നുമില്ല, അവരൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്നങ്ങനെ വിചാരിക്കരുതേ. പിള്ളേർ ഏറ്റവും ആദ്യം ഒരാളെ അളക്കുന്നത് അവരെത്ര ജെനുവിൻ ആണെന്നുള്ളതാണ്, എത്ര ആത്മാർത്ഥതയുണ്ട് എന്നുള്ളതാണ്. ഒരാളുടെ പ്രാർത്ഥന കേൾക്കുമ്പോൾ, ഒരാൾ സംസാരിക്കുന്നത് കേൾക്കുമ്പോഴൊക്കെ, ഞങ്ങൾക്ക് ഒരു മൂത്ത മകന് 21 years ഉണ്ട്, രണ്ടാമത്തെ ആൾക്ക് 18 വയസ്സും. ഇവർ തമ്മിലുള്ള കോൺവെർസേഷൻ, രണ്ടുപേര് ബോയ്സ് ആണ്, ഇവർ തമ്മിലുള്ള കോൺവെർസേഷൻ ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. ആരെങ്കിലും പുതിയതായി പരിചയപ്പെട്ട് കഴിഞ്ഞാൽ അവർ വളരെ വേഗം തമ്മിൽ പറയുന്നൊരു കമൻ്റാണ്, ദാറ്റ് അങ്കിൾ ഇസ് ജെന്യുവിൻ, അല്ലെങ്കിൽ ഈ ഒരു ആൻറ്റി അത്ര ജെന്യുവിൻ അല്ല, ഈ അച്ചായൻ അത്ര ജെന്യുവിൻ അല്ല. അതായത് പറയുന്നതും പ്രവർത്തിക്കുന്നതും തമ്മിൽ വലിയ ആത്മാർത്ഥതയൊന്നുമില്ല, ഒരുപോലെ അല്ല എന്നുള്ളത് വളരെ വേഗം ഇന്നത്തെ തലമുറ അത് ഒബ്സർവ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഏറെ ഈ കാര്യത്തെക്കുറിച്ച് അലേർട്ടായി ജീവിക്കേണ്ടത്. ദൈവമേ, ഞാൻ ഈ വിശുദ്ധ വേദപുസ്തകം എടുത്ത് നടക്കുന്ന വ്യക്തിയാണെങ്കിൽ, എനിക്കൊരു പ്രാർത്ഥനാ ജീവിതമുണ്ടെങ്കിൽ, എൻ്റെ ആരാധനാ ജീവിതത്തിനനുസരിച്ചാണോ ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ കാര്യങ്ങളെ ക്രമീകരിക്കുന്നത്? എൻ്റെ ബന്ധങ്ങൾ എപ്രകാരമാണ്? എൻ്റെ ബന്ധങ്ങളിലുള്ള മനോഭാവം എപ്രകാരമാണ്? മറ്റുള്ളവർ എന്നെ നോക്കുമ്പോൾ ഞാൻ ആരുടെ വകയാണെന്ന് തോന്നത്തക്ക വിധത്തിലാണോ? ക്രിസ്തുവിൻ്റെ വകയാണ് ഞാൻ, എൻ്റെ ഐഡൻറ്റിറ്റി ക്രൈസ്റ്റിലാണെന്ന് പറയത്തക്ക വിധത്തിലാണോ ഞാൻ ജീവിക്കുന്നത്? മറ്റൊരാൾ എന്നെക്കുറിച്ച് എന്ത് സാക്ഷ്യം പറയും? അപ്പോസ്തലപ്രവൃത്തികൾ 16-ാം അധ്യായത്തിൽ പൗലോസിനെയും ശീലാസിനെയും കാരാഗ്രഹത്തിൽ ഇട്ടുവെന്നാണ് നാം വായിക്കുന്നത് അല്ലേ? കാരാഗ്രഹത്തിലിട്ടപ്പോൾ അവിടെ വളരെ മനോഹരമായൊരു വാക്യമുണ്ട്.
അർദ്ധരാത്രിയിൽ അവരെന്തു ചെയ്തു? അവർ തടവറയിൽ കിടന്നുകൊണ്ട് ദൈവത്തെ പാടി സ്തുതിച്ചു. അതിനോട് ചേർന്ന് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: മറ്റ് തടവുകാർ ശ്രദ്ധ വെച്ച് കേട്ടുകൊണ്ടിരുന്നു. മറ്റ് തടവുകാർ ശ്രദ്ധ വെച്ച് കേട്ടുകൊണ്ടിരുന്നു. അവര് പൗലോസും ശീലാസും പാടിയത് അവരെ കേൾപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിലും അവരുടെ പാട്ടും അവരുടെ സ്തോത്രവും ഈ മറ്റ് തടവുകാർ കേട്ടുകൊണ്ടിരുന്നു. ഇന്നേ വരെ ആ തടവറയിൽ കേട്ടിട്ടില്ലാത്ത ശബ്ദം, ഇന്നേ വരെ ആ തടവറയിൽ ഈ ഒരു മനോഭാവം അവർ ദർശിച്ചിട്ടില്ല. ഒരുപക്ഷെ തടവറയിൽ വളരെ ഹൃദയവും ശരീരവും നുറുങ്ങി ചീത്ത വിളിക്കുകയും അല്ലെങ്കിൽ ഒരിക്കലും പറയാൻ പാടില്ലാത്ത വാക്കുകൾ പറയുകയും ചെയ്യുന്ന സ്ഥാനത്ത് ദൈവത്തെ പാടി സ്തുതിക്കുന്ന ശബ്ദം ശ്രദ്ധ വെച്ച് കേട്ടുകൊണ്ടിരുന്ന തടവുകാരെ കുറിച്ച് നമ്മൾ വായിക്കുന്നു. ഇതുപോലെയാണ് നമുക്ക് ചുറ്റിനുമുള്ളവർ വളരെയധികം നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ട്. നമ്മളുടെ ഐഡന്റിറ്റി ആരിലാണെന്ന് മറ്റുള്ളവർക്ക് സാക്ഷിക്കുവാൻ സാധിക്കുന്നുണ്ടോ? ഇവിടെ മൂന്നാമതായി നാം വായിക്കുന്നു, അവയെ നിന്റെ വീടിന്റെ കട്ടിളകളിന്മേലും പടിവാതിലുകളിലും എഴുതേണം. ഞാൻ ആരുടെ വകയാണെന്ന് എന്നെ ഓർമ്മപ്പെടുത്തുന്ന എന്തുണ്ട് എൻ്റെ ജീവിതത്തിൽ? ഞാൻ ആരുടെ വകയാണെന്ന് മറ്റുള്ളവർ നോക്കുമ്പോൾ അവർ എന്താണ് എൻ്റെ ജീവിതത്തിൽ കാണുന്നത്? നമ്മുടെയൊക്കെ ഭവനത്തിലേക്ക് കടന്നു വരുന്നവർക്ക് ഈ ഭവനം, ഈ കുടുംബം ആരുടെ വകയാണെന്ന് പറയാൻ സാധിക്കുമോ? നമ്മുടെയൊക്കെ വീടിൻ്റെ പടിവാതിലുകളിൽ, കട്ടിളകളിൽ എഴുതണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മുടെയൊക്കെ വീടിൻ്റെ ഗേറ്റിലെത്തുമ്പോഴേക്ക്, നമ്മുടെ വീട്ടിനകത്തേക്ക് കാലെടുത്ത് വെക്കുന്നവർക്ക് ഒരു ദൈവിക സാന്നിധ്യം അനുഭവിക്കാൻ സാധിക്കുന്നുണ്ടോ? ആ ഭവനത്തിൽ ചെന്നാൽ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്, ഒരാശ്വാസമുണ്ട്, സൗഖ്യമുണ്ട്, സമാധാനമുണ്ട്. നമ്മളൊരു പ്രശ്നം പറയാൻ ആ വീട്ടിലേക്ക് ചെന്നാൽ നമ്മുടെ പ്രശ്നത്തിന് പരിഹാരം ഒന്നും കിട്ടിയില്ലെങ്കിലും ഹൃദയത്തിലൊരു തണുപ്പുണ്ടാകും. നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ വരുന്ന എത്ര പേർക്കത് പറയാൻ സാധിക്കും? ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ള ഭവനങ്ങളായി മാറുവാൻ നമ്മുടെ ഭവനങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ? ഇന്ന് നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ മറ്റുള്ളവർക്ക് പ്രവേശനമുണ്ടോ? പ്രവേശനമുണ്ടെങ്കിൽ അത്തരത്തിൽ ഒരു അനുഭവം പകർന്നു കൊടുക്കുവാൻ നമ്മുടെ കുടുംബങ്ങൾക്ക്, നമ്മുടെ ഭവനങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ? അതുകൊണ്ട് നിന്റെ വീടുകളുടെ കട്ടിളകളിന്മേലും പടിവാതിലും ഇത് എഴുതണമെന്ന് പറഞ്ഞാൽ യുവർ ഹൗസ് മസ്റ്റ് ബി a place where other people can experience God's presence. ദൈവ സാന്നിധ്യം അനുഭവിക്കുന്ന ഇടമായി. അതോ വന്നു കയറുന്നവർ ചെറിയ ടെൻഷനും കൊണ്ട് വന്നാൽ അതിനേക്കാൾ വലിയ ടെൻഷനുമായി മടങ്ങിപ്പോകുന്ന ഒരു സ്പേസായി നമ്മളുടെയൊക്കെ ഭവനങ്ങൾ മാറുന്നുണ്ടെങ്കിൽ ഒരിക്കലേ അവർ വരുവുള്ളൂ, പിന്നെ ഒരിക്കലും അവർ വരാനായിട്ട് മുതിരത്തില്ല. അതുപോലെയാണ് ഒരു ഇടവകയും കേട്ടോ. ഈ ഇടവകയിലേക്ക് കടന്നു വരുന്നവർക്ക് അനുഭവിക്കാൻ സാധിക്കേണ്ടുന്ന ഒരു സമാധാനമുണ്ട്, സൗഖ്യമുണ്ട്. നമ്മൾ പലപ്പോഴും അതൊന്നും മറ്റുള്ളവർക്ക് നൽകാറില്ലല്ലേ? വേണ്ടാത്ത കുറേ ചോദ്യങ്ങളൊക്കെ ചോദിച്ച് കുറേ കമൻറ്റുകളൊക്കെ പാസ്സാക്കി, ഇപ്പോഴത്തെ പിള്ളേരുടെ വസ്ത്രം കണ്ടില്ലേ, ഹെയർ സ്റ്റൈൽ കണ്ടില്ലേ, കുർബാനയ്ക്ക് വരിയായി വരുമ്പോഴും നമ്മുടെ കമൻറ്റുകളും നമ്മളുടെ ചോദ്യങ്ങളും ഇതൊക്കെ കൊണ്ട് ഇന്ന് പല കുഞ്ഞുങ്ങളും നമ്മുടെയൊക്കെ ഈ ഒരു സ്പേസിന് പുറത്താണ് നിൽക്കുന്നത്. ഒന്നുകൂടി ഒന്ന് ആലോചിച്ച് നോക്കാമോ? കുറച്ചുകൂടി കമ്പാഷനറ്റ് ആവാൻ. ഏതെങ്കിലും ഒരു കുടുംബത്തിൽ ചെറിയ ഒരു പ്രയാസമുണ്ടെന്നറിഞ്ഞാൽ അതിനെ ഇങ്ങനെ കുത്തി ചോദിച്ച്, ഇന്ന് അനേക മാതാപിതാക്കളെ ഏറ്റവും അലട്ടുന്ന പ്രശ്നം എന്താ? മക്കളുടെ ഡിവോഴ്സോ അല്ലെങ്കിൽ സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കുന്നവരോ, കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾ, എല്ലാവരുടെയും ഹൃദയത്തിൽ അതിൻ്റെതായ നൊമ്പരങ്ങളുണ്ട്. നമ്മൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ച് കടന്നു വരുന്നവരെ അകറ്റി നിർത്താതെ എല്ലാവരും കടന്നു വരട്ടെ. ദിസ് പ്ലേസ് ഇസ് ഫോർ എവ്രി വൺ. നമ്മൾ വിചാരിക്കരുത് നമ്മളെ കൂട്ട് കുറച്ച് വിശുദ്ധരായിട്ടുള്ളവർക്ക് വേണ്ടി മാത്രമുള്ള ഇടമാണെന്നല്ല. ഈ ഇടം എല്ലാവർക്കും വേണ്ടിയുള്ളതാ. ഈ വിശുദ്ധ മദ്ബഹായുടെ മുൻപിലേക്ക് ഞാനും നിങ്ങളും ഒരുപോലെ വന്ന് തിരുശരീരവും തിരുരക്തവും സ്വീകരിക്കുവാൻ മുട്ടുകുത്തുമ്പോൾ അവിടെ വലിപ്പച്ചെറുപ്പം ഒന്നുമില്ല എന്നുള്ള സത്യം കുറഞ്ഞ പക്ഷം അത്രയെങ്കിലും മനസ്സിലാക്കിയാൽ മറ്റുള്ളവരോട് വേണ്ടാത്ത ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കാനുള്ളൊരു വിവേകം നമ്മുടെ ഉള്ളിലുണ്ടാകും. അതുകൊണ്ട് എല്ലാ ഇടവകളും അത്തരത്തിലുള്ളൊരു സ്പേസായി മാറുമ്പോൾ നമ്മൾ ഇന്ന് കാണുന്നതിനേക്കാൾ ഏറെ ജനം അവിടേക്ക് കടന്നു വരും. കാരണം ഇവിടെ കിട്ടുന്നൊരു സൗഖ്യമുണ്ട്. അത് ശരീരത്തിനായാലും മനസ്സിനായാലും ആത്മാവിനായാലും അത് പ്രാപിക്കുവാൻ ഞാനും നിങ്ങളും മറ്റുള്ളവർക്ക് ഇടം കൊടുക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് ഈ ഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, കർത്താവിനെ സ്നേഹിക്കുന്നതാണ് ദ പ്രൈം റെസ്പോൺസിബിലിറ്റി വി ഹാവ്. ബാക്കിയൊക്കെ അതിൻ്റെ പുറകെ വന്നോളും. പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടുകൂടെ കർത്താവിനെ സ്നേഹിക്കാൻ സാധിക്കണം. കർത്താവിനെ സ്നേഹിക്കുമ്പോൾ ഈ വചനത്തിന് ഞാനും നിങ്ങളും അറിയാതെ തന്നെ പ്രാധാന്യം കൊടുക്കും. ഈ വായിക്കുന്നതൊക്കെ നമ്മളുടെ ഹൃദയത്തിലേക്ക് സംഗ്രഹിക്കുവാൻ നമ്മൾ ശ്രമിക്കും. ഇത് മറ്റുള്ളവരോട് പറയുവാനായിട്ട്.
മറ്റുള്ളവരെന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് അടുത്ത തലമുറയോട് ഇത് പങ്കുവെക്കുവാൻ നമുക്കൊരാവേശമുണ്ടാകും. എന്തിനാണ് ഈ കർത്താവിനെ സ്നേഹിക്കേണ്ടുന്നത്? ഈ കർത്താവിനേക്കാൾ വലിയൊരു ചങ്ക് വേറൊരാൾ ഈ ലോകത്തില്ല. അവനേക്കാൾ വലിയൊരു സഖി ഈ ലോകത്ത് വേറൊരാളില്ല. എങ്ങനെ പറഞ്ഞു കൊടുക്കണമെന്ന് പോലും ഈ ഭാഗത്ത് വ്യക്തമായി പറയുന്നുണ്ട്. കൈമേലടയാളമായി, കണ്ണിന് മധ്യേ പട്ടമായി നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ ഇത് കാണപ്പെടണം. യു മസ്റ്റ് ബി കോൺസ്റ്റൻ്റ്ലി റിമൈൻഡഡ്. ഞാൻ ആരുടെ വകയാണെന്നുള്ള ബോധം, ഞാൻ ആരുടെ വകയാണെന്നുള്ള ബോധം എന്നെ ഭരിക്കുമ്പോൾ ഞാൻ കാണുന്നതും കേൾക്കുന്നതും പറയുന്നതും ബാക്കി എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ ഡേ ടു ഡേ ആക്ടിവിറ്റീസിലും ദിസ് വിൽ കീപ്പ് ഓൺ കമ്മിങ് അപ്പ്, പോപ്പിംഗ് അപ്പ്. നമ്മുടെയൊക്കെ മൊബൈൽ ഫോണിൽ പലതും പോപ്പപ്പ് ചെയ്യുന്നത് പോലെ ഐ എം എ ചൈൽഡ് ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിൻ്റെ പൈതലാണ് ഞാനെന്നുള്ള ബോധം നമ്മളെ ഭരിക്കണം. അതിനോട് ചേർന്ന് നമ്മളവിടെ വായിക്കുന്ന 8:15 വരെ എനിക്ക് സമയം തന്നിരുന്നത്, ഒരു 2 മിനിറ്റ് കൂടി എടുക്കുകയാണ്. 10 തൊട്ട് 12 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ഒരുമിച്ചാണ് അത് വായിക്കേണ്ടുന്നത്. ദൈവത്തെ സ്നേഹിക്കണം, കർത്താവിനെ ചേർത്ത് പിടിക്കണം. ഉള്ളിൻ്റെ ഉള്ളിൽ, ഹൃദയത്തിൽ നിന്നുള്ളതാണ്, വികാരമാണ് സ്നേഹമെന്ന് പറയുന്നത്. അതിനോട് ചേർന്ന് ഒരു കാര്യം നമ്മൾ ചെയ്യാൻ മറന്നു പോകരുത് എന്ന് ഈ ഭാഗത്ത് പറയുന്നുണ്ട്. ഞാൻ ഒരുമിച്ച് വായിക്കുകയാണേ. നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുമെന്ന് അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് എന്ന നിന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശത്തേക്ക് നിന്നെ കൊണ്ടുചെന്ന് നീ പണിയാത്ത വലുതും നല്ലതുമായ പട്ടണങ്ങളും നീ നിറയ്ക്കാതെ സകല സമ്പത്തും നിറഞ്ഞിരിക്കുന്ന വീടുകളും നീ കുഴിക്കാത്ത കിണറുകളും നീ നട്ടുണ്ടാക്കാത്ത മുന്തിരിത്തോട്ടങ്ങളും ഒലിവ് തോട്ടങ്ങളും നിനക്ക് തരികയും നീ തിന്ന് തൃപ്തി പ്രാപിക്കുകയും ചെയ്യുമ്പോൾ നിന്നെ അടിമ വീടായ മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന യഹോവയെ മറക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു നമുക്ക് വളരെ ആപ്റ്റാ. കാരണം 585 വർഷങ്ങൾക്ക് മുൻപ് സ്ഥിതി ചെയ്യപ്പെട്ട ഈ ഒരു ഇടവകയിൽ ആ ജനറേഷനിലുള്ള ആരും ഇവിടെ ഇല്ല. ഈ ഇടവകയ്ക്ക് വേണ്ടി പ്രാഥമികമായി ഇതിൻ്റെ ഒരു ഫൗണ്ടിങ് ഫാദേഴ്സിൻ്റെ എത്രയോ ജനറേഷൻസ് മാറി മറിഞ്ഞു. ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്നത് നിങ്ങൾ കുഴിക്കാത്തതും നിങ്ങൾ പണിയാത്തതും നിങ്ങൾ നേടിയിട്ടില്ലാത്തതും നിങ്ങൾ നട്ടുണ്ടാക്കിയിട്ടില്ലാത്തതും ഒക്കെയാണ് പ്രിയരെ നിങ്ങൾ ഇന്ന് ഈ ഇടവകയുടെ തണലിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരൊറ്റ ഉത്തരവാദിത്തമേ ഉള്ളൂ, ഇതുവരെ വഴി നടത്തിയ യഹോവയെ മറക്കാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുക. നമ്മളോടിപ്പം ചോദിക്കുകയാണ് ആരെങ്കിലും, ദൈവത്തെ മറന്നാണോ ജീവിക്കുന്നത്? ഇമ്മീഡിയറ്റ്ലി വി ആൻസർ നോ. അയ്യോ, ദൈവത്തെ മറന്ന് ജീവിക്കാൻ പറ്റുമോ? പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ പല സാഹചര്യങ്ങളിലും നമ്മൾ ദൈവത്തെ മറന്ന് പോകുന്നുണ്ട്. എല്ലാം ചെയ്യുന്നത് ദൈവനാമ മഹത്വത്തിന് വേണ്ടിയാണെന്നല്ലേ നമ്മൾ പറയുക? ആണോ? എല്ലാം ദൈവനാമ മഹത്വത്തിനാണല്ലേ. ഈ പാരിഷ് ഡേയുടെ അന്ന് റിപ്പോർട്ട് വായിക്കുമ്പോൾ നമ്മുടെ ആരുടെയെങ്കിലും പേരൊന്ന് വിട്ടുപോയേ? നമ്മുടെ ആരുടെയെങ്കിലും പേര് നമുക്ക് വേണ്ടുന്ന തള്ള ആരെങ്കിലും ഒന്ന് തന്നില്ലെങ്കിലോ? അപ്പോഴത്തേക്ക് നമ്മുടെ മുഖം മാറും. അപ്പൊ പിന്നെ ചെയ്തതൊന്നും ദൈവനാമ മഹത്വത്തിന് വേണ്ടിയിട്ടൊന്നും അല്ല, ചെറിയ കാര്യമാണ്. യഹോവയെ മറക്കാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുക എന്ന് പറഞ്ഞാൽ വാട്ട് എവർ യു ഡു, ഡു ഇറ്റ് ഫോർ ദ ഗ്ലോറി ഓഫ് ഗോഡ്. നീ എന്ത് ചെയ്താലും, നീ എന്ത് പ്രവർത്തിച്ചാലും, നീ എന്ത് പറഞ്ഞാലും അത് ദൈവനാമ മഹത്വത്തിനാണെങ്കിൽ പിന്നെ നിന്റെ പേര് പരാമർശിച്ചില്ലെങ്കിലും, നിനക്കൊരു സ്ഥാനം തന്നില്ലെങ്കിലും, ഒരു പദവി ലഭിച്ചില്ലെങ്കിലും, വൈ ഷുഡ് യു ബി വറീഡ്? എന്തിനാ നമ്മൾ ഭാരപ്പെടേണ്ടത്? കാരണം ചെയ്യുന്നതൊക്കെ കർത്താവിന് വേണ്ടി, അവൻ്റെ ക്രൂശിൻ്റെ മറവിൽ നിൽക്കുവാനുള്ള വിളിയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ക്രൂശ് കണ്ടാൽ മതി. ക്രൂശിൻ്റെ മറവിൽ നിൽക്കുന്ന നമുക്ക് ലഭിക്കേണ്ടുന്ന പദവിയെക്കുറിച്ചും പേരിനെക്കുറിച്ചും ഒന്നും നമ്മൾ വലിയ ബോധപ്പെടാണ്ട. കാരണം ആയുസ് ഇത്രത്തോളമേ ഉള്ളൂ. ഈ ഇടവകയുടെ പാരിഷ് ഡേയിലേക്ക് നിങ്ങൾ കടന്നു വരുമ്പോൾ 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് എനിക്ക് ഓർമ്മിപ്പിക്കുവാനുള്ളത്. കർത്താവിനെ സ്നേഹിക്കുവാൻ നമുക്ക് സാധിക്കണം. ഇന്നിവിടെ നിന്ന് മടങ്ങി പോകുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ പേരോട് ചേർത്ത് കർത്താവിൻ്റെ ഈ ചോദ്യം സ്വയം ചോദിക്കണം. ഞാൻ എന്നോട് ചോദിക്കണം, പ്രീന, നീ യഥാർത്ഥമായി എന്നെ സ്നേഹിക്കുന്നു എന്നുള്ള കർത്താവിൻ്റെ ശബ്ദം കേൾക്കുവാൻ എനിക്ക് സാധിക്കണം. 2, കർത്താവിനെ മറക്കാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളണം. ജീവിതത്തിൻ്റെ എല്ലാ വഴിത്താരയിലും നമ്മുടെ കുഞ്ഞുങ്ങൾക്കും അതിനിടയായി തീരട്ടെ. നമ്മുടെ മാതാപിതാക്കൾ കണ്ടിട്ടില്ലാത്ത നന്മകൾ അവർ ചെയ്ത അവരുടെ ഹാർഡ് വർക്കിൻ്റെ ഫലം മുഴുവൻ നമ്മൾ അനുഭവിക്കുകയാണ്. നമ്മുടെ ഹാർഡ് വർക്കിൻ്റെ ഫലം അടുത്ത തലമുറ അനുഭവിക്കും. ദാറ്റ് ഈസ് എ സൈക്കിൾ ഓഫ് ലൈഫ് ആൻഡ് ദാറ്റ് ഈസ് ഹൗ ദ വേൾഡ് വർക്ക്സ്. നമ്മളതിൽ കുശിമ്പിച്ചിട്ടോ നമ്മളതിൽ നഷ്ടബോധം വിചാരിച്ചിട്ടോ ഒന്നും കാര്യമില്ല. തലമുറകളാണ് നമ്മൾ ചെയ്യുന്ന നന്മകളുടെ ഫലം അനുഭവിക്കുന്നത്. പക്ഷെ നന്മ ചെയ്യുവാൻ ഒരു വിളി നമുക്കുണ്ട്. ഗലാത്യ ലേഖനത്തിൻ്റെയൊക്കെ അവസാനത്തേക്ക് വരുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, എല്ലാവർക്കും നന്മ ചെയ്യുക.
അതാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിളി. ചെയ്യുവാൻ നമുക്ക് സാധിക്കുമോ? കർത്താവിനെ സ്നേഹിക്കുവാനും ദൈവത്തെ മറക്കാതിരിപ്പാനും ഈ നാളുകളിൽ നമുക്ക് ഓരോരുത്തർക്കും ഇടയാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു ഇടവക ദിനം കൂടി കാണുവാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ദൈവം തന്നിരിക്കുന്ന സാഹചര്യത്തെ ചേർത്ത് പിടിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് കൃപ ചെയ്യുമാറാകട്ടെ.